ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന വാത്സല്യ സ്നേഹിതരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങൾ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ പ്രാർത്ഥനയോടെ, ഒത്തിരി പ്രതീക്ഷയോടെ, തികഞ്ഞ ദൈവാശ്രയ ബോധത്തിനകത്ത് ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇത് ദൈവം നമ്മോട് ഇടപെടുന്ന സമയമാണ്. ഇത് ദൈവം നമ്മോട് സംസാരിക്കുന്ന സമയമാണ്. എത്ര പേരത് വാസ്തവമായി പ്രതീക്ഷിക്കുന്നുണ്ട്? അങ്ങനെയുള്ളവർ മാത്രം ആ ആദരങ്ങളെല്ലാം ഒന്ന് തുറന്ന്, ഹൃദയങ്ങളെല്ലാം ഒന്ന് ഏകാഗ്രമാക്കുകയും വായി തുറന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കുക. നിർത്തരുത്. ആത്മമണ്ഡലം തുറന്നു വരണം. ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾ കീഴടങ്ങണം. ദൈവ സാന്നിധ്യം എല്ലാ അർത്ഥപൂർണതയോടും കൂടെ ചലിക്കണം. പറ്റുമെങ്കിൽ അന്യഭാഷയിൽ ആരാധിക്കുവാൻ കൃപ ലഭിച്ച പ്രിയപ്പെട്ടവർ അന്യഭാഷകളിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ട്, ഒരുമിച്ച് ഒന്ന് ആരാധിച്ച് ഒന്ന് സ്തോത്രം ചെയ്താട്ട്. നിർത്തരുത്. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പറ്റുമെങ്കിൽ ആ കരമൊക്കെ ഒന്ന് അടിച്ച് ആത്മനിറവിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ അറ്റ്മോസ്ഫിയർ യേശുവിൻ്റെ നാമത്തിൽ ചേഞ്ച് ആകട്ടെ. ഒരുപാട് യോഗങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഇന്ന് രാത്രിയിൽ ബഥേൽ പോലെ സ്വർഗം തുറക്കുന്നത് അനുഭവിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അനുഭവിക്കത്തക്ക വിധത്തിൽ ഈ അന്തരീക്ഷത്തിന് മേൽ ദൈവകൃപയുടെ വലിയ നിറവ് ഇപ്പോൾ വെളിപ്പെട്ട് തുടങ്ങട്ടെ. വാ തുറന്ന് ഉച്ചത്തിൽ ആരാധിച്ചാട്. പരിശുദ്ധാത്മാവെ, അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ ചലിക്കണേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് പരിവർത്തിച്ചു കൊണ്ടിരിക്കണമേ. വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചതുപോലെ അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കണമേ. വായി തുറന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഭാരമുള്ളിൽ നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ യേശു. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ യേശു. ഒരുമിച്ചൊന്ന് പഠിക്കുക. യേശു, ഹൃദയം തുറന്ന് യേശുവാരിലും വലിയവൻ. യേശു യേശുവാരിലും മതിയായവൻ. ഒന്നെടുത്ത് പഠിക്കേ, എല്ലാവരും ചേർന്ന് യേശു പഠിക്കേ. യേശുവാരിലും വലിയവൻ. യേശു യേശുവാരിലും മതിയായവൻ. പ്രിയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുള്ളതിന് സ്തോത്രം. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ. മറക്കുവാൻ കഴിയാത്ത ആത്മതലങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. കർത്താവ്, ഈ ജനത്തിന് മനസ്സിലാകുന്നത് പോലെ ദൈവവചനത്തെ പറയുവാനുള്ള കരുത്ത് അടിയൻ്റെ അധരത്തിൻ്റെ മേൽ പകരണം. അങ്ങനെ അവിടുന്ന് ചലിക്കാൻ പോകുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് രാത്രിയിൽ നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കാൻ പോവുകയാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം
5-ാമത്തെ വാക്യം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമുക്കറിയാം, പ്രവാചകനായ യെശയ്യാവ് മശികൈക പ്രവചനങ്ങളിൽ അഗ്രഗണ്യൻ എന്ന് വിളിക്കുവാൻ കഴിയുന്ന അനുഗ്രഹീതനായ ദൈവഭൃത്യൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും അധികം മശികൈക പ്രവചനങ്ങൾ എഴുതിയിട്ടുള്ള പ്രവാചകനാണ് യെശയ്യാവ്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ചില ആളുകൾ ചിന്തിക്കും, എന്താണ് ഈ മശികൈക പ്രവചനമെന്ന് പറയുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തുവിനെ സംബന്ധമായി സംഭവിക്കുവാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും അപ്പുറത്ത് നിന്ന് പ്രവചിച്ചിട്ടുള്ള പ്രവചനങ്ങളെ, കാലെക്കുട്ടി പറഞ്ഞിട്ടുള്ള സംഭവങ്ങളെ കൃത്യമായി വ്യവഹരിക്കുന്ന ഒരു വാക്കാണ് മശികൈക പ്രവചനങ്ങൾ എന്ന് പറയുന്നത്. ഏതാണ്ട് 456 പരം മശികൈക പ്രവചനങ്ങളാണ് ഉള്ളത്. വാസ്തവത്തിൽ മശികൈക പ്രവചനങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലാണ്. അവിടെ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. പിന്നീട് മശികൈക പ്രവചനങ്ങളെ നമ്മൾ കൃത്യമായി വകതിരിച്ച് തരംതിരിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. കന്യകയിലായിരിക്കും ജനിക്കുന്നതെന്ന്, ആ ജനനം ബേത്തൽഹേം എഫ്രാത്തയിൽ ആയിരിക്കുമെന്ന്. അവിടുത്തെ വംശാവലിയെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അബ്രഹാമിൻ്റെ സന്തതിയായി, ദാവീദിൻ്റെ സന്തതിയായിട്ട് ആ വംശാവലിയിലായിരിക്കും ജനിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അവിടുന്ന് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കും എന്ന്, ബദ്ധന്മാർക്ക് വിടുതലായിരിക്കുമെന്ന്, അവിടുന്ന് അത്ഭുത മന്ത്രിയായിരിക്കുമെന്ന് ഒക്കെ പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അവിടുത്തെ മരണം, അവിടുത്തെ ആ മരണത്തോടനുബന്ധമായ പീഡനങ്ങൾ, ഇതെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ പീഡനം കൃത്യമായും കൈകാലുകൾ കുത്തിത്തുളയ്ക്കപ്പെട്ട് ആയിരിക്കുമെന്ന്, വെള്ളി പൊന്ന് മുതലായിക്ക് വേണ്ടി അവിടുന്ന് വിൽക്കപ്പെടുമെന്ന് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇത് കൂടാതെ പഴയ നിയമത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം, ദ്രവത്വം കാണാതെ അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പഴയ നിയമത്തിൽ നിന്നുകൊണ്ട് പ്രവചിച്ച പ്രവചനങ്ങൾ, ഈ പ്രവചനങ്ങളെല്ലാം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിറവേറ്റപ്പെടുകയായിരുന്നു. നിങ്ങളറിയണം, ഗത്സമൻ മുതൽ ഗോൽഗോഥ വരെയുള്ള 24 മണിക്കൂർ, അതാണ് അതിൻ്റെ സമയക്രമം. ആ 24 മണിക്കൂറിൽ ഈ 456 പരം മശികൈക പ്രവചനങ്ങളിൽ വെച്ച് 33 പരം പ്രവചനങ്ങൾക്കാണ് നിവർത്തി ഉണ്ടായത്. എന്നാൽ ചുരുക്കം ചില മശികൈക പ്രവചനങ്ങൾ വരാനിരിക്കുന്നവയെക്കുറിച്ചാണ് വിശേഷിച്ച് യെശയ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ മറ്റുമൊക്കെ കാണുന്ന, അത് മശികൈക രാജ്യത്തെക്കുറിച്ചാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രാജാവായി ഈ മണ്ണിൽ വന്ന് ഈ മണ്ണിനെ സമത്വസുന്ദരമായ വിധത്തിൽ ഈ മണ്ണിനെ ഭരിക്കുന്ന ഒരു കാലം വരുന്നുണ്ട്. വന്യത പോലും ഇല്ലാത്ത ഒരു കാലം, ഒരശുദ്ധിയും ഇല്ലാത്ത, ഒരശുദ്ധനുമില്ലാത്ത, പോലീസ് സ്റ്റേഷൻ ആവശ്യമില്ലാത്ത, മിലിറ്ററി ആവശ്യമില്ലാത്ത, ആയുധങ്ങളും ആയോധന മികവുകളും ആവശ്യമില്ലാത്ത ഒരു സമാധാനം വിളഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം, ഒരു ഭരണം ഇവിടെ സ്ഥാപിക്കപ്പെടാൻ പോകുകയാണ്. അത് നിറവേറാൻ ഇരിക്കുന്നതാണ് മശികൈക പ്രവചനങ്ങളിൽ. ഇനി നമ്മൾ ഈ 53-ാം അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ, ബൈബിൾ വിശേഷിച്ച് പഴയ നിയമത്തിലെ ഏറ്റവും അത്ഭുതകരമായ അധ്യായങ്ങളിൽ ഒന്ന് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അതായത് കുരിശിന്റെ ചുവട്ടിൽ നിന്ന് പത്രോസും യോഹന്നാനും ഒക്കെ കണ്ട് എന്താണോ മനസ്സിലാക്കിയത്, അതിനേക്കാൾ ഗംഭീരമായി ഏതാണ്ട് 800-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ക്രൂശിൽ സംഭവിക്കുന്ന ആ വേദന ആത്മക്കണ്ണാൽ ഈ പ്രവാചകൻ കാണുകയാണ്. അതുകൊണ്ടാണ് ഈ അധ്യായത്തെ
പഴയ നിയമത്തിലെ അത്ഭുതകരമായ അധ്യായം എന്ന് വിളിക്കുന്നത്. അതുമാത്രമല്ല, ഈ അധ്യായത്തിന് വേറൊരു പേരുണ്ട്, ദ സഫറിംഗ് സോങ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ 1-ാമത്തെ വാക്യം തൊട്ട് 12-ാമത്തെ വാക്യം വരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഈ 53-ാം അധ്യായവുമായിട്ട് വളരെ സാമ്യമുള്ള ഒരധ്യായം വേറെയുണ്ട്. അത് സങ്കീർത്തനം 22 ഞാൻ ആ ഭാഗങ്ങൾ അവിടെ നിർത്തുകയാണ്. എന്തായാലും നിങ്ങൾ യെശയ്യാ പ്രവചനം 53-ന്റെ പഠനത്തിൽ നിന്ന് ഒരു കാര്യം തിരിച്ചറിയണം. ക്രൂശിൽ നടന്നത് കേവലം ഒരു മരണമല്ല, അത് പാപികൾക്ക് വേണ്ടിയുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ പീഠാനുഭവം ആണ്. ഇനിയാണ് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ വരേണ്ടതായിരിക്കുന്നത്. ആ വാക്യം കണ്ടോ? എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിൽ സംഭവിച്ച ആ ക്രൂരമായ പീഡ, ആ പീഡനം, അതിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായി വ്യവഹരിക്കുന്ന ഒരു വാക്യം, അതാണ് നമ്മൾ വായിച്ചത്. വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച്, വിശേഷിച്ച് കുരിശു മരണത്തെക്കുറിച്ചൊക്കെ പലർക്കും സംശയമുണ്ട്. യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണെങ്കിൽ, ആ ദൈവമായിട്ട് അവതരിച്ച വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം തകർക്കപ്പെട്ടത്? അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ ഉള്ളത്. അവിടെ ആദ്യത്തെ ഒരു പദമുണ്ട്, എന്നാൽ എന്ന് പറഞ്ഞ, എന്നാൽ മുൻപറഞ്ഞ വസ്തുതകളുടെ എല്ലാം വെളിച്ചത്തിൽ, അതായത് മനുഷ്യന്റെ വികലമായ കാഴ്ചപ്പാടുകളോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. എന്നാൽ അതെന്താ വികലമായ കാഴ്ചപ്പാട്? 4-ാം വാക്യത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. നാം വിചാരിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വിചാരിച്ചു. യേശുക്രിസ്തുവിന്റെ കുരിശു മരണം ദൈവം ശിക്ഷിച്ചതാ, ദൈവം ദണ്ഡിപ്പിച്ചതാ, ഇങ്ങനെ നമ്മൾ വിചാരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഉത്തരമാണ്. എന്നാൽ ഞാൻ ആ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുൻപ് അതിലെ ചില പദപ്രയോഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്നും കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. 2-ാമത്തെ വാക്യം കണ്ടോ? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുൻപാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. ഞാനൊന്ന് വിശദീകരിക്കാം കേട്ടോ. അവൻ ഇളയ തൈ പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനാണ് അങ്ങനെ പറയുന്നത്? അവൻ ഇളയ തൈ പോലെ. ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയാം. ഈ യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ ഒരു കൊമ്പ് ബലം കായ്ക്കും. അതാ ഇവിടെ പറയുന്നത്, അവൻ ഇളയ തൈ പോലെ. അതായത് ഇശായിയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടി പുറപ്പെടുന്ന ആ മുള, അതാ പറയുന്നത് ഇളയ തൈ പോലെ. അടുത്ത വാക്ക് കണ്ടോ? വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെ. ഗൗരവമായ ബാക്ക്ഗ്രൗണ്ടുകൾ, അർത്ഥങ്ങൾ ഇതിന് പിന്നിലുണ്ട്. എന്താണ് ഈ വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നു എന്ന് പറയുന്നത്? അത് നോർമലി കാണുന്ന വേനലിൻ്റെ വരൾച്ചയല്ല, അതൊരു ആത്മീക വരൾച്ചയാണ്. അതെന്താ പാസ്റ്ററെ അങ്ങനെ പറയുന്നത്? കൃത്യമായിട്ട് പറയാം. ഈ മലാക്കി പ്രവചിച്ച് അവസാനിപ്പിച്ച് മത്തായി സുവിശേഷം ആരംഭിക്കുന്നതിൻ്റെ ഇടയിൽ ബൈബിളിൽ ഒരു പേജ് ബ്ലാങ്കായിട്ട് കിടപ്പുണ്ട്. ആ ഒരു ബ്ലാങ്കായി കിടക്കുന്ന ആ പേജ് ഒരു 400 വർഷത്തെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു പേജാണ്. അതെന്താ ഈ 400 വർഷം എന്ന് പറയുന്നത്? അവയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇടക്കാലഘട്ടം എന്നുള്ളത്. അതായത് മലാക്കിക്കും മത്തായിക്കും ഇടയിലുള്ള ഒരു ദീർഘകാല ചരിത്രം. ഈ കാലത്തെയാണ് വരണ്ട നിലം എന്ന് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ദൈവം സംസാരിക്കാതിരുന്ന, യാതൊരു മനുഷ്യനോടും ദൈവം ഇടപെടാതിരുന്ന ഒരു കാലഘട്ടം, അതാണ് ഈ ഇടക്കാലഘട്ടം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ദൈവം സംസാരിച്ചില്ല? ഉത്തരം കൃത്യമാണ്. മലാക്കിയുടെ പുസ്തകം തന്നെ നമുക്ക് വായിക്കുമ്പോഴറിയാം, ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി മനുഷ്യന്റെ അടുക്കൽ നിന്ന് മനുഷ്യന് വേണ്ടി ദൈവത്തോട് സംസാരിക്കേണ്ടുന്ന ദൈവത്തിൻ്റെ പുരോഹിതന്മാർ ആലയത്തിൻ്റെ അകത്ത് മദ്യപിച്ചു വന്നിട്ട് ആലയത്തിൻ്റെ വിശുദ്ധ മേശകളെ,
അവരുടെ ഛർദി കൊണ്ട് നിറച്ചു. അങ്ങനെ ദൈവത്തിന് ആലയത്തിനകത്ത് ഇറങ്ങി വരാൻ കഴിയാത്ത ഒരന്തരീക്ഷം അവരായിട്ട് സൃഷ്ടിച്ചെടുത്തു. അത് മാത്രമല്ല, അവരുടെ അവിശ്വസ്തത അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. യാഗപീഠത്തിൻ്റെ വെണ്ണീരിൽ കണ്ണീര് വീണു. അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഞാൻ ആ ഭാഗം പറയുമ്പോൾ എന്താണ് അതിൻ്റെ കാരണമെന്ന് അതറിയാവുന്നവർക്കറിയാം. ഞാനത് അങ്ങനെ ഒതുക്കി പറഞ്ഞങ്ങ് വിടുകയാണ്. യാഗപീഠത്തിൻ്റെ വെണ്ണീറിനകത്ത് കണ്ണീര് വീണു. അത് പുരോഹിതന്മാരുടെ ജീവിത ദൂഷ്യത്തോടുള്ള ബന്ധത്തിലാണ് ആ കണ്ണീര് വീണു എന്ന് പറയുന്നത്. അങ്ങനെ ആത്മമണ്ഡലം അധപ്പതിച്ചു പോയ ഒരു കാലഘട്ടത്തിൽ ദൈവം ആ ജനത്തോട് സംസാരിക്കാതെ ആയിപ്പോയി കേട്ടോ. ദൈവം അവരോട് ഇടപെടാതെ ആയി. അത് ഏതാണ്ട് 400-ൽ പരം വർഷങ്ങൾ തുടർന്നു. അവിടെ ഒരു കാര്യം ഞാൻ പറയാം. ആകെ ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു വിശേഷത മക്കാബിയൻ വിപ്ലവങ്ങൾ എന്ന് പറയും. അതായത് ഒരു സായുധ വിപ്ലവം പോലെയുള്ള റോമൻ അധികാരത്തിനെതിരെയുള്ള അധീശത്വത്തിനെതിരെയുള്ള ഒരു വിപ്ലവം. അതാണ് മക്കാബിയൻ വിപ്ലവം എന്ന് പറയുന്നത്. സാധാരണക്കാരായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മക്കാബിയൻ വിപ്ലവങ്ങളൊന്നും അത്ര കാര്യമായിട്ട് പരിചയപ്പെടാനുള്ള സാധ്യതയില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന ബൈബിൾ, POC ബൈബിൾ എന്നാണ് അതിനെ പറയുന്നത്. ആ ബൈബിളിൽ 66 പുസ്തകങ്ങൾ കൂടാതെ വേറെ ചില പുസ്തകങ്ങളുണ്ട്. അവയെ വിളിക്കുന്ന പേരാണ് അപ്പോക്രിഫിക്കൽ ബുക്സ്. അപ്പോക്രിഫ എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്താണ് ഈ അപ്പോക്രിഫ എന്ന് പറയുന്നത്? കാനൂനികമായി അംഗീകരിക്കപ്പെടാത്ത പുസ്തകങ്ങളെയാണ് അപ്പോക്രിഫ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ആന്തരിക തലങ്ങളിൽ ദൈവനിശ്വാസ്യത അവകാശപ്പെടാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് സത്യവേദ പുസ്തകത്തിനകത്ത് ആ അപ്പോക്രിഫിക്കൽ ബുക്കുകൾ വരാഞ്ഞത്. ഈ അപ്പോക്രിഫിക്കൽ ബുക്കുകളിൽ 2 പുസ്തകങ്ങളുണ്ട്. അതിലൊന്ന് മക്കാബിയർ എന്ന് പറയുന്നതാണ്. 2 മക്കാബിയർ എന്ന് പറയുന്നത്. 1 മക്കാബിയർ 2 മക്കാബിയർ, 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ 1 മക്കാബിയർ 2 മക്കാബിയർ. ഈ പുസ്തകങ്ങളിൽ അവിടുത്തെ വിപ്ലവങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ആ കാലഘട്ടത്തിന് വേറെ ഒരു വിശദീകരണവുമില്ല. അവ ദൈവം ഇടപെടാത്ത ആത്മീക വരൾച്ചയുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം. നമുക്കറിയാം, സെക്കറിയ പ്രവാചകനോട് ദൈവം സംസാരിക്കുന്നത്, പിന്നീട് മറിയോട് ദൈവം ഇടപെടുന്നത്. ആ സമയത്താണ് യേശു കർത്താവിന്റെ ജനനം. അപ്പൊ ആത്മീക വരൾച്ച നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിച്ചതുകൊണ്ട് നമ്മുടെ കർത്താവിനെ വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ ഈ വായിച്ച വാക്യത്തിന്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചില ആളുകൾ ആ വാക്യം വായിക്കുമ്പോൾ ചിന്തിക്കും, യേശു അപ്പൊ വിരൂപനായിരുന്നു? ഒരിക്കലും അല്ല, യേശു വിരൂപനല്ല. മോശയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്, അവൻ ദിവ്യ സുന്ദരനായിരുന്നെന്ന്. ദിവ്യ സുന്ദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ അപ്പന്റെ സൗന്ദര്യം അല്ലാത്ത, മോശയുടെ അമ്മയുടെ സൗന്ദര്യം അല്ലാത്ത ദൈവദത്തമായ ഒരു സൗന്ദര്യം ഈ മോശക്കുഞ്ഞിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതുപോലെ സുന്ദരനായ ഒരു കുഞ്ഞിനെ അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ സൗന്ദര്യത്തിന് കൊടുത്ത പേരാണ് ദിവ്യ സൗന്ദര്യം. എൻ്റെ ചോദ്യം, ഈ ദിവ്യ സൗന്ദര്യം മോശയ്ക്ക് കൊടുത്ത ദൈവം ജഡത്തിൽ ഇറങ്ങി വന്നപ്പോൾ വിരൂപനായിട്ട് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അവിടുന്ന് സൗന്ദര്യപൂർണ്ണനായിട്ടാണ് വന്നത്. ഇതൊരു വെളിപ്പാട് ഞാൻ പറഞ്ഞതാണ്. ഇനി ഞാൻ അതിൻ്റെ ചരിത്രപരമായ വിശദീകരണം പറയാം. യേശുക്രിസ്തുവിൻ്റെ സമകാലികനും യഹൂദ ചരിത്രകാരനുമായി ജോസിഫസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കൃതിയുണ്ട്, ആൻറ്റിക്വിറ്റി ഓഫ് ജൂസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ ആൻറ്റിക്വിറ്റി ഓഫ് ജൂസ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിനകത്ത് യേശുക്രിസ്തുവിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശുവിനെ പോലെ സൗന്ദര്യപൂർണനായ ഒരു മനുഷ്യൻ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, ഇനിയൊട്ട് ഉണ്ടാകത്തുമില്ല. അത്ര സൗന്ദര്യപൂർണനായിരുന്നു. നമ്മൾ ഉത്തമഗീതത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, എൻ്റെ പ്രിയനോ അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ 10,000-ങ്ങളിൽ ശ്രേഷ്ഠൻ. അതാണ് വിശദീകരണം. അല്ലാതെ വിരൂപനല്ല, വെണ്മയും ചുവപ്പുള്ളവൻ 10,000-ങ്ങളിൽ ശ്രേഷ്ഠൻ. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ശൂന്യംകാരത്തിയോട് യെരൂശലേം പുത്രിമാർ യോജിക്കുന്നുണ്ട്, ഞങ്ങളുടെ പ്രിയനേക്കാൾ നിന്റെ പ്രിയൻ എന്താ ഇത്ര വിശേഷത? ആരാണ് ഈ യെരൂശലേം പുത്രിമാരുടെ പ്രിയൻ? ശലോമോൻ. 1,00,000 പേരിൽ ലക്ഷണമൊത്തവൻ 1 2 എന്ന് പണ്ട് കവി പാടിയിട്ടുണ്ട്. എന്നാൽ ശലോമോനെ കുറിച്ച് പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളതിൽ ശലോമോനെ പോലെ ഒരുത്തൻ ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ശലോമോനെ ചൂണ്ടിയിട്ട് പറയുക, ഇതുപോലെ ഒരുത്തൻ വേറെ ഇല്ല. എന്നാൽ ഇങ്ങനെയുള്ള 10,000 പേര് ഇനി ഉണ്ടെന്നിരിക്കട്ടെ, ആ പുള്ളികളെല്ലാം കൂടെ നിരന്ന് നിന്നാലും അതിനേക്കാൾ വിശേഷതയാണ് എൻ്റെ പ്രിയന്. നിങ്ങൾ മിണ്ടുന്നില്ല, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു.
അപ്പൊ പിന്നെന്താണ്? അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, ആഗ്രഹിക്കത്ത സൗന്ദര്യമില്ല എന്നൊക്കെ പറയുന്നത് സിമ്പിളാണ്. കുരിശിനെ കണ്ടിട്ടാണ് പറയുന്നത്. കുരിശിലെ അവിടുത്തെ ആ ക്ലിഷ്ടമായ കിടപ്പ് കണ്ടിട്ടാണ് ഈ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ക്ലിഷ്ടമായ കിടപ്പ് അത് കണ്ടിട്ടാണ് പറയുന്നത്. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. കുരിശിലെ ആ കാഴ്ചയാണ്. എന്നിട്ടാണ് പറയുന്നത്, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു. എന്താ? എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. അപ്പോൾ സൗന്ദര്യപൂർണ്ണൻ. സ്തോത്രം. ഈ ഒരു പാട്ടുണ്ടല്ലോ, ഞാൻ പാടുന്നില്ല. ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി, അങ്ങനെയല്ല നമ്മൾ പാടുന്നത്. എനിക്ക് പിന്നീട് പാട്ടുകൾ പാടാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് പാടാതെ. ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി. അപ്പൊ അവിടുത്തെ ആ ശരീരം ഏതാണ്? ചന്തം ചിന്തുന്ന മേനിയ, തിരുമേനി. അങ്ങനെയാണ് നമ്മൾ പാടുന്നത്. സ്തോത്രം. നമ്മൾ വേറൊരു പാട്ടി പാടത്തില്ലേ? നിൻ തിരുമേനി അറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയാൽ വാങ്ങിയതാ. അപ്പൊ നിന്റെ തിരുമേനി അത് യേശുവായതുകൊണ്ട് പറയുന്നതല്ല, അത്ര സൗന്ദര്യപൂർണമായിരുന്നു ആ ശരീരം. അതിനെക്കുറിച്ച് പറയുക, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. എല്ലാവരും കൂടെ ആ വാക്യം ഒന്ന് പറഞ്ഞ്. നമ്മുടെ ഉച്ചത്തി പറഞ്ഞു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. അട്ടെ, എന്താണ് ഈ അതിക്രമം എന്ന് പറയുന്നത്? ഞാൻ അതിക്രമം എന്ന പദത്തെ പഠിച്ചപ്പോൾ ട്രാൻസ്ഗ്രഷൻ എന്ന വാക്ക എനിക്ക് ബോധ്യമായത്. ട്രാൻസ്ഗ്രഷൻ, നമ്മളുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. ഞാൻ ആ ട്രാൻസ്ഗ്രഷൻ എന്ന വാക്കിന്റെ ബൈബിളിലുള്ള അർത്ഥവും അല്ലാത്ത അർത്ഥവും പറയാം. ട്രാൻസ്ഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ അബദ്ധസഞ്ചാരം, നമ്മുടെ അപരാധം, നമ്മുടെ നിയമലംഘനം, അതിനെ ദൈവശാസ്ത്രപരമായി വിളിച്ചു കഴിഞ്ഞാൽ ബോധപൂർവമായ നമ്മുടെ പാപം, ദൈവത്തിനെതിരായിട്ടുള്ള നമ്മുടെ മത്സരം, ഇതാണ് ഈ ട്രാൻസ്ഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അബദ്ധസഞ്ചാരങ്ങൾ നിമിത്തം, ദൈവത്തിനെതിരായിട്ടുള്ള നമ്മുടെ മത്സരങ്ങൾ നിമിത്തം, നമ്മുടെ അപരാധങ്ങൾ നിമിത്തം നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? മുറിവേറ്റു. അതാ പറയുന്നത്, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റു. അപ്പൊ ആരെങ്കിലും ചോദിക്കുക, പാസ്റ്ററെ, ഈ അകൃത്യമെന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമാണോ? അതെ, ഞാൻ വിശദമാക്കാം. ബൈബിൾ ഈ വിഷയത്തെ ഭയങ്കര ഗൗരവമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കണേ. അവിടെ എഴുതിയിരിക്കുന്നത്, ഭൂമി ദൈവത്തിന്റെ മുൻപാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഏത്? നോഹയുടെ കാലഘട്ടത്തിലെ കാര്യം പറയുന്നത്. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നോഹയുടെ കാലഘട്ടത്തിലെ അതിക്രമം എന്താണ്? അത് നമ്മളെ ഭാഗം മൊത്തം വായിച്ചാൽ മനസ്സിലാകും. ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുക്കുന്ന ഒരു കാലം. അതായത് ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവല്ല, ഒരുപാട് ഭർത്താക്കന്മാര്. ഒരു ഭർത്താവിന് ഒരു ഭാര്യയല്ല, ഒരുപാട് ഭാര്യമാർ. ബോധിച്ചവർ ഭാര്യമാരാകുന്നു, ഭർത്താക്കന്മാർ ആകുന്നു. അങ്ങനെ ഒരു തകിടം മറിഞ്ഞ ഒരു കാലഘട്ടം. അത് എവിടെയോ ഒരു നാടിൻ്റെ സംസ്കാരത്തിൽ കിടക്കുന്ന കാര്യമല്ല കേട്ടോ. ആ കാലം മൊത്തം അങ്ങനെയാണ്. നോഹ ഒഴികെ മ്ലേച്ഛത കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം. ആ അതിക്രമം കൊണ്ട് നിറഞ്ഞ ആ കാലഘട്ടത്തെ നോക്കി, ആ തലമുറയെ നോക്കി ദൈവം പറയുക, അതേ അധ്യായം 13-ാമത്തെ വാക്യം കണ്ടോ? സകല ജഡത്തിന്റെയും അവസാനം എൻ്റെ മുൻപിൽ വന്നിരിക്കുന്നു, ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയുക, ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. കണ്ടോ? അതിക്രമം എന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല. കർത്താവ് ഭൂമിയെ നശിപ്പിക്കുവാൻ കാരണമായി തീർന്ന ഒരു കാര്യം. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ മാത്രം രക്ഷ പ്രാപിച്ചു എന്ന് പറയുന്ന കാലഘട്ടം. അതായത് സകല മനുഷ്യരും, 8 പേരൊഴികെ സകലരും
സകല ജഡങ്ങളും ഇല്ലാതെയായി തീർന്ന ഒരു കാലഘട്ടം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്? ഒറ്റ കാര്യമാണ്: അതിക്രമം, അബദ്ധസഞ്ചാരങ്ങൾ, അപരാധങ്ങൾ, നിയമലംഘനങ്ങൾ, ദൈവത്തിനെതിരായ മത്സരങ്ങൾ. ഇനിയും ഈ അതിക്രമത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന മറ്റ് ചില പ്രയോഗങ്ങളോടെ ഞാനൊന്ന് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. സങ്കീർത്തനം 37:38 വായിക്കുന്നുണ്ട്, അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞു പോകും. അങ്ങനെയാ വായിക്കുന്നത്. നിങ്ങൾ കണ്ടോ? അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞു. നമ്മുടെ ഒരു പൊതു ട്രെൻഡ്, കൺവെൻഷൻ വരുമ്പോൾ ഈ ബൈബിളും കൊണ്ട് വരത്തില്ല. നമ്മുടെ ഒരു പൊതു ട്രെൻഡാണ്. പിന്നെ വരേണ്ട കാര്യമില്ല, അത് മറ്റൊരു കാര്യം. സ്തോത്രം. അപ്പം വന്നാൽ നമ്മളൊട്ട് തുറക്കത്തുമില്ല. നമുക്കിതെല്ലാം അറിയാവുന്ന പരുവത്തിലാണ് ഇരിക്കുന്നത്. ചില കാര്യങ്ങൾ നോക്കുന്നത് നല്ലത്. നോക്കണം, അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞു പോകും. അടുത്ത വാക്കെന്നാ? ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും. അപ്പോൾ ചെറിയ ഒരു കാര്യമല്ല എന്ന് നിങ്ങൾ തികച്ചും മനസ്സിലാക്കണം. പിന്നീട് യെശയ്യാപ്രവചനം 1:28 വാക്യം, അവിടെ എന്താ വായിക്കുന്നത്? അതിക്രമികൾക്കും പാപികൾക്കും ഒരുപോലെ നാശം ഭവിക്കും. യഹോവയെ ഉപേക്ഷിക്കുന്നവൻ മുടിഞ്ഞു പോകും. അപ്പം നാശം വരാൻ, മുടിഞ്ഞു പോകാൻ, ഇല്ലാതെയായി തീരാൻ കാരണമായ ഒരു പ്രശ്നമാണ് മനുഷ്യൻ്റെ അതിക്രമം എന്ന് പറയുന്നത്. ഈ അതിക്രമം എന്ന പ്രശ്നത്തിനുള്ള റെമഡി, പരിഹാരം, ആ പരിഹാരമാണ് നമ്മുടെ അതിക്രമം നിമിത്തം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മുറിവേറ്റു എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അർപ്പണങ്ങളിലൂടെ, തർപ്പണങ്ങളിലൂടെ, യാഗയോഗ കർമ്മകാണ്ഡങ്ങളിലൂടെ രക്ഷയില്ല എന്ന ഒറ്റ കാരണത്താൽ, റോമാലേഖനത്തിൽ അങ്ങനെ പറയുന്നത്. അങ്ങനെ ഏതു വായുമടഞ്ഞ് ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി നിൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പാരിനും പരത്തിനും ഒരു പച്ച മരക്കുരിശിൽ, പാരിനും പരത്തിനും നടുവിലൊരു പച്ച മരക്കുരിശിൽ തൂങ്ങിക്കിടന്നിട്ട് അവിടുത്തെ ശരീരം മുറിവേൽക്കുകയാണ്. അതാ പറയുന്നത്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. ആ മുറിവേറ്റു എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, ആ വാക്കിനെ ഞാൻ നിർവചിക്കാം. മുറിവേറ്റു എന്ന് പറഞ്ഞാൽ കുത്തിത്തുളയ്ക്കപ്പെട്ടു എന്നാണ്. കുത്തിത്തുളയ്ക്കപ്പെട്ടു. അല്പം കൂടെ പറഞ്ഞാൽ മരണകരമായ ഒരു മുറിവുണ്ടായി, വേദനാജനകമായ ഒരു മുറിവുണ്ടായി. ആ കുത്തിത്തുളയ്ക്കപ്പെട്ടു എന്ന വാക്കിനെ നിർവചിക്കാനായിട്ട് ഞാൻ പഴയ നിയമത്തിലെ വേറൊരു സംഭവത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അതെന്നാന്നറിയോ? ഈ രാജാവായ ശൗല് ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുമെന്ന് വന്നപ്പോൾ ആയുധവാഹകനോട് പറഞ്ഞു, എന്നെ കുന്തമൂരി കുത്താൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ ചെയ്യുകയില്ല. ഉടനെ രാജാവ് എന്താ ചെയ്തതെന്നറിയോ? തൻ്റെ വാളൂരി അതിൻ്റെ മേൽ വീണു. തൻ്റെ വാള് തൻ്റെ ശരീരത്തിൽ കൂടി കുത്തി തുളച്ചു കയറി. ഏതാണ്ട് അതുപോലെ ബൈബിൾ നിർവചിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മുറിവ് അത് ഒരു മുറിവായിട്ടല്ല മനസ്സിലാക്കേണ്ടത്. മുറിവെന്ന് പറയുന്നത് പലതരം മുറിവുകളാണ്. കൈകളിൽ, കാലുകളിൽ, അവിടുത്തെ ശിരസിൽ, അവിടുത്തെ ശരീരം ആസകലം മുറിക്കപ്പെട്ടു എന്ന് പറയുന്നതാണ്. ഈ മുറിക്കപ്പെട്ടത് ഈ ശരീരത്തിൽ മരണകരമായ മുറിവുണ്ടായത് യേശു ക്രിസ്തുവിൻ്റെ പാപം നിമിത്തം അല്ല, വീഴ്ച നിമിത്തം അല്ല. റോമാലേഖനം 4:24 അത് പറയുന്നുണ്ട്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു, എങ്ങനെ? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നു. കേട്ടോ, എന്തിനാണ് അവിടുന്ന് മരണത്തിനായിട്ട് ഏൽപ്പിച്ചത്? ഇങ്ങനെ മുറിക്കപ്പെടാനായിട്ട്, തുളയ്ക്കപ്പെടാനായിട്ട് വിട്ടുകൊടുത്തത് എന്ന് ചോദിച്ചാൽ ഉത്തരം ക്ലിയറാണ്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. 2 കൊരിന്ത്യർ 5:21 അതിനെ അല്പം കൂടെ ഒന്ന് നിർവചിച്ചിട്ടുണ്ട്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ഞാൻ ആ വാക്ക് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇംഗ്ലീഷ് വായിക്കുമ്പോഴാണ്. അതിൽ എഴുതിയിരിക്കുന്നത് പാപം അറിയാത്തവൻ എന്ന് പറയുമ്പോൾ ക്രൈസ്റ്റ് നെവർ സിൻഡ്, ക്രൈസ്റ്റ് നെവർ സിൻഡ്
ബട്ട് ഗോഡ് ട്രീറ്റഡ് ഹിം ആസ് എ സിന്നർ. അവിടുന്ന് പാപം ചെയ്തിട്ടില്ല, പക്ഷേ പാപം ചെയ്യാത്തവനെ ദൈവം പാപിയെ പോലെ ട്രീറ്റ് ചെയ്തു. അതാ പറയുന്നത്, ക്രൈസ്റ്റ് നെവർ സിൻഡ് ബട്ട് ഗോഡ് ട്രീറ്റഡ് ഹിം ആസ് എ സിന്നർ. പാപിയെ പോലെ. ആരുടെ പാപമാണ് ആ ശരീരത്തിന് മേൽ ചുമത്തപ്പെട്ടത്? നമ്മുടെ പാപം. അതാണ് ബൈബിൾ പറയുന്നത്, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റു. ഇത് ബൈബിളിൽ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അങ്ങനെ തന്നെ ക്രിസ്തുവും അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, എന്നിട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. അതിലെ അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ടെന്ന് പറയുന്ന വാക്യം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തേക്കണം. അപ്പൊ യേശുവെ അങ്ങെന്തിനാ മുറിവേറ്റത്? കുഞ്ഞ്, നിന്റെ പാപം പരിഹരിക്കാൻ വേറൊരു മാർഗമില്ലാത്തത് കൊണ്ട് ഞാൻ മുറിവേൽക്കുകയായിരുന്നു. 1 പത്രോസ് ലേഖനം 2:24 അത് വീണ്ടും പറയുന്നുണ്ട്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. അടുത്ത വാക്ക് കണ്ടോ, അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്റെ മേൽ കയറി. അതാ നമുക്ക് വേണ്ടി. ഞാൻ യേശുക്രിസ്തുവിന്റെ മരണത്തെ നിർവചിക്കുമ്പോൾ ആ മരണത്തിനൊരു പേര് നൽകാം. അതാണ് വിക്കേറിയസ് ഡെത്ത് എന്ന് പറയുന്നത്. വിക്കേറിയസ് ഡെത്ത്. ഈ വിക്കേറിയസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന, പകരമായിട്ടുള്ള മരണം. ആരായിരുന്നു മരിക്കേണ്ടത്? നമ്മളാണ് മരിക്കേണ്ടത്. പക്ഷെ ആര് മരിച്ചു? നമുക്ക് പകരമായിട്ട്, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറൊരുവൻ മരിച്ചു. ഈ വിക്കേറിയസ് എന്ന പദത്തിൽ നിന്നാണ് ഈ വികാർ എന്ന് പറയുന്ന പദം ഉണ്ടായത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ചർച്ചിന്റെ വികാർ എന്ന് കേൾക്കുന്നില്ല? വികാരി എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. വികാർ. വികാർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? പകരക്കാരൻ. അത് തന്നെ പറയുന്നത്. വിക്കേറിയസ് ഡെത്ത് സബ്സ്റ്റിറ്റ്യൂട്ടാണ്, പകരമായിട്ടുള്ള മരണമാണ്. ആരാ മരിക്കേണ്ടത്? നമ്മളെ മരിക്കേണ്ടത്. ആര് മരിച്ചു? നമുക്ക് വേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരിച്ചു. കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ട്. ഇതുകൊണ്ടാണ് ഈ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഈ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ഉച്ചത്തിൽ പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല. സത്യത്തിൽ സുവിശേഷ പ്രസംഗത്തോട് പലർക്കും വലിയ എതിരൊന്നുമില്ല കേട്ടോ. പ്രസംഗിക്കുന്നവർ പ്രസംഗിച്ചു, നോ പ്രോബ്ലം. പക്ഷെ ഈ വാക്യം പറയില്ല. ഏത് വാക്യം? മറ്റൊരുത്തനിലും രക്ഷയില്ല. എൻ്റെ സുഹൃത്തെ, ഞങ്ങൾക്കിത് പറയാതെ സുവിശേഷ പ്രസംഗം നടത്താനോട്ട് കഴിയത്തുമില്ല. കാരണം മറ്റുള്ളവന്റെ അകൃത്യത്തിന് വേണ്ടി മുറിവേറ്റ ഒരു രക്ഷകൻ ഉലക ചരിത്രത്തിൽ വേറെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഉറക്കെ പറയും, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഒരു ആമേൻ പറഞ്ഞു. ഓ ഹല്ലേലൂയ. മറ്റൊരുത്തനിലും രക്ഷയില്ല. എല്ലാവരും കൂടെ ചേർന്ന് ഉച്ചത്തിലൊന്ന് പറഞ്ഞോ, മറ്റൊരുത്തനിലും രക്ഷയില്ല. IPC എബനേസർ സഭയുടെ ഫണ്ടിൽ ഒരുപാട് കാശുള്ളത് കൊണ്ടല്ല, സ്തോത്രം, ഈ കൺവെൻഷൻ നടത്തുന്നത് ഈ സന്ദേശം പറയാൻ വേണ്ടിയാ. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇന്ന് രാത്രി രക്ഷയ്ക്കൊരു മാർഗമുണ്ടെങ്കിൽ, രക്ഷയ്ക്കൊരു മുഖാന്തരമുണ്ടെങ്കിൽ, നിന്റെ പാപത്തിന് വേണ്ടി മുറിവേറ്റ ഒരൊറ്റ വ്യക്തിയിൽ മാത്രമാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മൾ പാടത്തില്ലേ, ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ, ഹല്ലേലൂയ പാടും ഞാൻ. ഒന്ന് ചെന്ന് പാടിക്കേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ, ഹല്ലേലൂയ പാടും ഞാൻ. എല്ലാവരും കൂടെ ചേർന്നത് പാടിക്കേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ, ഹല്ലേലൂയ പാടും ഞാൻ. വേറൊരു രക്ഷകൻ ഇല്ല, ഭൂമിയിലില്ല. ഒരൊറ്റ രക്ഷകൻ. ആ പേരൊന്ന് ഉച്ചത്തിൽ പറഞ്ഞോ, ഉച്ചത്തിലൊന്ന് പറഞ്ഞു. ആ പേര് ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കട്ടെ. ആ രക്ഷകന്റെ പേരാണ് യേശു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുകയാണേ ഉണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒറ്റ കാര്യം കൊണ്ട് നമ്മുടെ അതിക്രമങ്ങളെ കർത്താവ് മായിച്ചു കളയും. അബദ്ധ സഞ്ചാരങ്ങളെ,
അപരാധങ്ങളെ കർത്താവ് മായിച്ചു കളയും. നിങ്ങൾക്കറിയാമോ പാപക്ഷമ എന്താണെന്ന്? പാപക്ഷമ മറയ്ക്കുന്നതല്ല. പാപക്ഷമ പാപത്തെ മറയ്ക്കുന്നതല്ല. ഞാൻ തുടക്കത്തിൽ പാടി തുടങ്ങിയൊരു പാട്ടുണ്ട്, പാടത്തില്ല, പറയാം. അതിലെ പാടുന്നത്, ചിലർ പാടുന്നത് പാപമെല്ലാം മറയ്ക്കുന്നവൻ. മറയ്ക്കുകയല്ല, പാപത്തെ മായിക്കുക. കമോൺ, എന്നാ പാപത്തെ മായിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു വലിയ ആശയമുണ്ട് കേട്ടോ. ഇതിൽ പേരൊന്നുമില്ല. പാപത്തെ മായിക്കുക. ഞാൻ ഈ ഫ്ലെക്സിൽ നിന്ന് പറയാം. IPC എബനേസർ മാങ്ങാനം ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ മാങ്ങാനം കൺവെൻഷൻ, അതിൽ IPC എബനേസർ എന്ന് പറയുന്ന ആ പേര് നമുക്ക് വേണമെങ്കിൽ മറയ്ക്കാം. എങ്ങനെ മറയ്ക്കുന്നതെന്നറിയോ? ഒന്നുകിൽ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കാം, അല്ലെങ്കിൽ നമുക്ക് പെയിന്റ് കൊണ്ട് നമുക്കതിനെ മറക്കാം. ഇങ്ങനെ മറച്ചാലുള്ള പ്രത്യേകത എന്താണെന്നറിയോ? എപ്പോഴാണോ പെയിന്റ് പോകുന്നത്, എപ്പോഴാണോ സ്റ്റിക്കർ ഇളകുന്നത്, പിന്നെയും IPC എബനേസർ മാങ്ങാനം എന്ന പേര് പുറത്തു വരും. ശരിയാണോ? പാപം മറച്ചാൽ ഇത് തന്നെയാണ് പ്രശ്നം. മറയ്ക്കുന്നത് എപ്പോഴാണോ മാറുന്നത്, അപ്പൊ പാപം പുറത്തു വരും. അവിടുന്ന് നമ്മുടെ പാപത്തെ മറക്കുകയല്ല, മായ്ക്കുകയാണ്. ഇന്ന് രാത്രി നീ ആരും ആകട്ടെ, നിന്റെ പാപം എത്ര കടും ചുവപ്പുമാകട്ടെ, നീ യേശുവേ എന്ന് വിളിച്ച് അവിടുത്തെ പാദപീഠത്തിൽ ഒന്ന് വന്നാൽ നിന്റെ പാപം മറയ്ക്കുകയല്ല, അവിടുന്ന് മായ്ച്ചു കളയുകയാണ്. അതാ റോമാലേഖനത്തിൽ ചോദിക്കുന്നത്, ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? പിന്നീട് ഒരു ജാതിക്കും, ഒരു കൂട്ടത്തിനും, ഒരു സമൂഹത്തിനും, ഒരു നാട്ടുകാർക്കും വായിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ കരം അതിനെ മായ്ച്ചു കളയുക. ഇങ്ങനെ രക്ഷിക്കാൻ കഴിയുന്ന, പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ കഴിയുന്ന വേറെ ഒന്നും ഉലക ചരിത്രത്തിലില്ല. അതാണ് സുവിശേഷത്തിന്റെ സവിശേഷത. ആമേൻ. കർത്താവിന്റെ ദാസൻ ഉദ്ഘാടനത്തിൽ അത് പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിനെ ഗുഡ് ന്യൂസ് എന്ന് വിളിക്കുന്നത്. വാ യേശുവിങ്കൽ വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ഈ പണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ കൺവെൻഷൻ്റെ അവസാനം ഓൾട്ടർ കോൾ ടൈമിൽ പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഈ ഓൾട്ടർ കോൾ എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളതൊന്നും പാടാറില്ല. ഞായറാഴ്ച വെള്ളിയാഴ്ചയും പ്രസംഗിക്കുന്ന പ്രസംഗം തന്നെയാണ് നമ്മൾ കൺവെൻഷനിലും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സുവിശേഷം എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഇപ്പോൾ ഇല്ല, ഓൾട്ടർ കോളും ഇല്ല. അക്കാലഘട്ടത്തിൽ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ലൈനറെ സ്പീക്കേഴ്സും ഇതുപോലെ സബ്വൂഫറൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ പണ്ടത്തെ കൺവെൻഷൻ ഓർക്കുന്നുണ്ടോ? 4 കോളാമ്പിയും അഹൂജയുടെ 20ൻ്റെ ഒരു ആംപ്ലിഫയറും ഉണ്ട്. ഒരു കൺവെൻഷൻ നടക്കും. അല്ലേ? അന്ന് മോണിറ്ററും വേണ്ട. കണ്ടിട്ടില്ലേ അഹൂജയുടെ ഒടിഞ്ഞു തൂങ്ങിയൊരു മൈക്ക്? ഓർക്കുന്നില്ലേ? അതൊക്കെയായിരുന്നു കയ്യിൽ. മോണിറ്ററും വേണ്ട, ലൈനറെ സ്പീക്കേഴ്സും വേണ്ട, ഡിജിറ്റൽ മിക്സറും വേണ്ട. ഒരു പ്ലാവിൻ്റെ പുറത്തും, ഇപ്പുറത്ത് തെങ്ങിൻ്റെ പുറത്തും, അപ്പുറത്ത് കവുങ്ങിൻ്റെ പുറത്തും, ഇപ്പുറത്ത് ആഞ്ഞിലിയുടെ പുറത്ത് 4 ദിക്ക് 4 സ്പീക്കർ ഇരിക്കുക. അന്ന് പാടുന്ന ഒരു പാട്ടാണ് കടന്നു വാ. ജി മേജർ വിളിക്കുക, വാ കടന്നു വാ, കടന്നു വാ, യേശു നിന്നെ വിളിക്കുന്നു, കടന്നു വാ, കടന്നു വാ, യേശു നിന്നെ വിളിക്കുന്നു. ഇന്ന് രാത്രി യേശു വിളിക്കുക, വാ. നിന്റെ പാപത്തെ പരിഹരിക്കാൻ, അതിന്റെ കുറ്റത്തെ പരിഹരിക്കാൻ, അതിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ, അതിനെ മായ്ച്ചു കളയാൻ കഴിയുന്ന ഒരുവനെ ഉലക ചരിത്രത്തിലുള്ളൂ. അത് യേശുവാണ്. വിളിക്കുക, വാ. ഗ്ലോറി. മാങ്ങാനം ദൈവസഭയോട് ഞാൻ പറയട്ടെ, സഹോദരങ്ങളെ, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ യോഗം നടത്തരുത് കേട്ടോ. ഞങ്ങൾ ഇത്രയും ഗ്രൗണ്ടൊക്കെ സെറ്റപ്പ് ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി യോഗം നടത്തിയിട്ട് ആരും വന്നില്ല. അങ്ങനെങ്ങാണ് ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്. അടുത്ത വർഷം യോഗം നടത്തണം.
പ്രജി പാസ്റ്ററെ വിളിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. നോ, എന്നെ വിളിക്കണ്ട, വേറെ ആരെങ്കിലും വിളിച്ചോ, പക്ഷെ യോഗം നടത്തണം. നമ്മുടെ ദൗത്യം എന്നാണെന്നറിയാം, ഇത് പറയുക എന്നുള്ളതാണ്. പ്രവാചകനോട് പറയുന്നത് എന്താ? കേട്ടാലും കേട്ടില്ലേലും പറയണം, കേട്ടാലും കേട്ടില്ലേലും പറയണം. ഇതിന്റെ പ്രത്യേകത ഞാൻ പറയും, ഇത് വിത്താ കേട്ടോ, ഇത് വിത്ത. ഈ ഗ്രൗണ്ട് JCB കയറ്റി എല്ലാം ക്ലീൻ ആക്കിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാട് പിടിച്ച് കിടന്നത്, ഞാൻ ഇതിലെ പോകുമ്പോൾ ഇതിലെ കൺവെൻഷൻ നടക്കുന്നത് ചുമ്മാ പാളി നോക്കാറുണ്ട്. കാട് പിടിച്ച് കിടന്നിടത്ത് JCB കയറ്റി ഇത്രയും ക്ലിയർ ആക്കിയിട്ടിരിക്കുകയാണ്. നല്ല വേനലായതുകൊണ്ട് ഉണങ്ങിക്കിടക്കുകയാണ്. ഒരു മഴ പെയ്യട്ടെ, ഇവിടെ കാടാർത്ത് കിളിച്ച് കയറുന്നത് കാണാം. എന്താ ഇപ്പൊ കിളിർക്കാത്തത്? കിളിർക്കാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ്. കിളിർക്കാൻ സാഹചര്യം വരുമ്പോ ഇത് കിളിർക്കുമെന്ന്. വചനം വിത്താണ്, അത് വിതയ്ക്കുക. 4 ദിവസമോ 5 ദിവസമോ 6 ദിവസമോ ഒക്കെ വിതയ്ക്കുക. ഇത് വീണാലുള്ള പ്രത്യേകത എന്നാണെന്നറിയോ? ഇത് ആർത്തു പിടിച്ച് കേറുന്ന ഒരു ദിവസമുണ്ട്. കരമൊന്നടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചു. അതുകൊണ്ട് മടുക്കരുത്. പാസ്റ്റർ ഇടയ്ക്ക് പറഞ്ഞ ഒരു വാക്കാണ്, കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവർ ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിന്റെ വേലയിൽ എപ്പോഴും ഇതാ കാര്യം. കുലുങ്ങരുത്, ഉറപ്പുള്ളവരായിരിക്കണം. ഒരിക്കൽ ഇത് ഫലം കായ്ക്കും, ഒരിക്കൽ ഇത് റിസൾട്ട് ആകും. നമ്മൾ ഇത് വിതയ്ക്കുകയാണ്. പാപക്ഷമ വേണോ? അതിക്രമങ്ങളുടെ മോചനം വേണോ? തീർത്ഥയാത്രകൾ വേണ്ട, ദാനധർമ്മങ്ങൾ വേണ്ട, പുണ്യകർമ്മങ്ങൾ വേണ്ട, വാ യേശുവിന്റെ അടുക്കൽ വാ. അവിടുന്ന് അതിന് പരിഹാരമാണ്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം നമ്മുടെ കർത്താവ് മുറിവേറ്റു. അതാ എഫേസ്യ ലേഖനം 2:5 വായിക്കുന്നത്. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ജീവിപ്പിച്ചു. എന്നിട്ട് അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് മുറിവേറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അതിക്രമത്തിന് പരിഹാരമുണ്ടായി, നമ്മളോട് ക്ഷമിച്ചു. വിശ്വസിച്ചാൽ മതി കേട്ടോ, വിശ്വസിച്ചാൽ മതി. അതിക്രമങ്ങൾക്ക് പരിഹാരമുണ്ട്. രണ്ടാമത്തെ പദമാണ് അകൃത്യം എന്ന് പറയുന്നത്. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു. എല്ലാവരും കൂടെ പറഞ്ഞാട്ടെ, എന്നാ അകൃത്യങ്ങൾ നിമിത്തം പോരാ, എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു. അകൃത്യങ്ങൾ നിമിത്തം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നതിന് ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ. സഹോദരന്മാരും സഹോദരിമാരും എല്ലാവരും ഒരുപോലെ ശ്രദ്ധിച്ചിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉച്ചത്തിലൊന്ന് പറഞ്ഞു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു. അതിക്രമത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? ട്രാൻസ്ഗ്രഷൻ. അപ്പൊ ഈ അകൃത്യം എന്താണ്? ഇനിക്വിറ്റി എന്ന് പറയുന്നത്. ഇനിക്വിറ്റി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇനിക്വിറ്റി എന്ന് പറഞ്ഞാൽ അന്യായം, അനീതി, അധർമ്മം, പാപം, പാതകം, കുറ്റകൃത്യം, ദുഷ്ടത എന്നൊക്കെ വിളിക്കാം. ഇതാണ് നമ്മുടെ അകൃത്യം എന്ന് പറയുന്നത്. അതിക്രമങ്ങൾ നിമിത്തം അവിടുന്ന് മുറിവേറ്റെങ്കിൽ അകൃത്യങ്ങൾ നിമിത്തം നമ്മുടെ കർത്താവ് തകർന്നുപോയി. ഞാൻ തകർന്നത് എന്താണെന്ന് പുറകെ പറയുന്നുണ്ട്. എന്നാൽ ഈ അകൃത്യം എന്ന് പറയുന്ന പ്രശ്നത്തിന്റെ ഭീകരത അതിക്രമത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒന്ന് പറയാം. ഈ അകൃത്യം, ഉൽപ്പത്തി പുസ്തകം 19-15 വാക്യത്തിലെ ഈ സോദോമിൽ ദൂതന്മാർ ചെന്നു. അവിടെ ദൂതന്മാർ ലോത്തിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക. കണ്ടോ, ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിക്കാൻ. കണ്ടോ, എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞ്, ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ, വചനം അറിയാവുന്നവർക്കറിയാം, ആ പട്ടണം അകൃത്യം കൊണ്ട് നിറഞ്ഞിരിക്കുക. എന്താണ് അകൃത്യം? അതാണ് ഈ സോദോമി സിൻ എന്ന് പറയുന്നത്. സോദോമ്യ പാപം. സോദോമ്യ പാപം എന്താ? ഈ കാലഘട്ടവുമായിട്ട് അതിന് വളരെ ബന്ധമുണ്ട്. സോദോമ്യ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണോട് ആണ്, സ്ത്രീയോട് സ്ത്രീ. അത് റോമാലേഖനത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊരു പൊതുവേദി ആയതുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. സ്തോത്രം. അപ്പൊ അങ്ങനെ ഒരു കാലം, അപലക്ഷണമായത് പ്രവർത്തിക്കുന്ന ഒരു കാലം, അതാണ് ഈ സോദോമിന്റെ അകൃത്യം എന്ന് പറയുന്നത്. ഞാൻ ഈ കാലഘട്ടവുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താ? കാര്യം കൃത്യമായിട്ട് പറയാം. ഒരു 10 വർഷം വരെ നമ്മുടെ ഓഫീസുകളിലൊക്കെ ചെന്നാൽ ജെൻഡർ എന്നെഴുതുന്ന കോളത്തിൽ 2 കോളങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെയാണ്? മിസ്റ്റർ, മിസസ്, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വന്നപ്പോ 3-ഒന്നുകൂടായി.
അതെന്നാന്നറിയോ? അതേഴ്സ്. ആണ് പെണ്ണാകുന്നു, പെണ്ണ് ആണാകുന്നു, ആണുമാണ് ഒരുമിച്ച് ജീവിക്കുന്നു, പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്നു. സോദോമി സിന്നാണത്. ദൈവം നശിപ്പിക്കുന്ന കാര്യം, ദൈവത്തിന് സഹിക്കാൻ മേലാത്ത മ്ലേച്ഛത. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആരാൻ്റെ അമ്മ ആറി പോകുമ്പോൾ കാണാൻ നല്ല ചേലാണ്. പഴഞ്ചൊല്ലി പറയുന്നത് പോലെ നമുക്കെന്നാ, നമ്മുടെ വീട്ടിലല്ലല്ലോ ഈ ഒരു ഫീലാ. പക്ഷേ ആത്മീകന്റെ അകത്ത് ആത്മഭാരം ഉണ്ടാകണം കേട്ടോ. നിങ്ങൾ മിണ്ടുന്നില്ല. ആത്മഭാരം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പ്രിയരെ. ആത്മഭാരം. ഞാനും എൻ്റെ പിള്ളേരും അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത് മാത്രമല്ല, ഈ ചിലരുടെയൊക്കെ ചിന്ത നമ്മൾ മതി, സഭ വളരാൻ ആഗ്രഹമില്ല, സുവിശേഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ കാര്യമില്ല, നമ്മൾ മതി, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഇത്രയും പേരൊക്കെ മതി. അതായത് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആളുകളൊക്കെ ഉണ്ട്, ഇച്ചിരി കാശ് പുത്തനൊക്കെ ഉള്ളു, നമ്മൾ മതി, വേറെ ആരും വേണ്ട. ഈ ഒരു ചിന്തയാണ്. ആത്മഭാരമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഞാനും എൻ്റെ പിള്ളേരും ഞങ്ങൾ മാത്രം അനുഗ്രഹിക്കാൻ പറ്റാൽ മതി, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ. സഭ ആത്മഭാരമുള്ളതാവണം. ആത്മഭാരമുള്ള സഭ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, മറ്റുള്ളവരുടെ പാപം നിമിത്തം ആത്മഭാരം കൊണ്ട് നിലവിളിക്കാൻ നമ്മൾ നിന്നില്ലെങ്കിൽ പ്രാർത്ഥന ഉണ്ടാവത്തില്ലെന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ? ഇവിടെ സോദോമിന്റെ അകൃത്യ നിമിത്തം പ്രാർത്ഥിച്ചത് ആരാ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിക്കാൻ ഒരുത്തനും ഇല്ലായിരുന്നു. അബ്രഹാം പ്രാർത്ഥിച്ചില്ല. അബ്രഹാം ലോത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? ഇല്ല. 45 ഇല്ല, 40 ഇല്ല, 30 ഇല്ല, 20 ഇല്ല, ഏറ്റവും ഒടുവിൽ 10 ഇല്ല. ഉടനെ കർത്താവ് ചോദിച്ചു, ആ പട്ടണത്തിൽ നിനക്കാരുണ്ട്? അവിടെ എൻ്റെ സഹോദരനുണ്ട്. അപ്പൊ തൻ്റെ സഹോദരൻ നശിക്കില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ അബ്രഹാം നടത്തിയത് ആ നാടിന് വേണ്ടി ഒരു പ്രാർത്ഥനയല്ല, തൻ്റെ സഹോദരൻ നശിക്കരുത്. പക്ഷെ പിന്നീട് നമ്മൾ വരുമ്പോൾ ഞാൻ എൻ്റെ എന്ന കാഴ്ചപ്പാടല്ല. പിന്നീട് നമ്മൾ ബൈബിളിലേക്ക് വരുമ്പോൾ എൻ്റെ പ്രിയരെ, ആത്മഭാരം കൊണ്ട് നിലവിളിക്കുന്ന ഒരു കൂട്ടർ എഴുന്നേൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഞാനത് വളരെ കൃത്യമായിട്ട് പറയും. യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമുണ്ട്. അവിടെ വായിക്കുന്ന എന്നാന്നറിയോ? ആരുമില്ലെന്ന് അവൻ കണ്ടു, പക്ഷപാതം ചെയ്യുവാൻ ആരും ഇല്ലായ്കയാൽ ആശ്ചര്യപ്പെട്ടു. കർത്താവ് നോക്കിയേ, ദേശത്തിന്റെ അകൃത്യ നിമിത്തം നിലവിളിക്കാൻ ഒറ്റ മനുഷ്യനില്ല. എല്ലാവരും നിലവിളിക്കുന്നുണ്ട്. കാനഡ വിസ കിട്ടാനും, UK വിസ കിട്ടാനും, ഓസ്ട്രേലിയൻ വിസ കിട്ടാനും, ന്യൂസിലാൻഡ് വിസ കിട്ടാനും ഒക്കെ ഭയങ്കര നിലവിളി. 21 ഇരിക്കുന്നു, അത് കഴിയുമ്പോൾ 14 ഇരിക്കുന്നു. നിലവിളിയോട് നിലവിളി. കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മതി. കർത്താവ് നോക്കി, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കർത്താവ് കണ്ടു, ഒറ്റ ഒരുത്തനില്ല. അങ്ങനെ വായിക്കുന്നത്. ആരുമില്ലെന്നവൻ കണ്ടു. കർത്താവ് നോക്കുക, ആരെങ്കിലും ഉണ്ടോ? നമ്മൾ വായിക്കുന്നില്ലേ, മതിൽ കെട്ടി പ്രാർത്ഥിക്കാൻ ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, ആരും കണ്ടില്ല. നമ്മുടെ ഒരു ചിന്ത എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ വല്ലവനും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്നാ ഗുണം? ഞാൻ വല്ലവനും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്തിനാവശ്യമില്ലാത്ത പോരാട്ടം എടുത്ത് ഞാൻ എൻ്റെ തലയെ വെക്കുന്നേ? എൻ്റെ പ്രിയരെ, ആത്മഭാരം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ ആത്മഭാരത്തിൻ്റെ പ്രാർത്ഥനയുടെ പിന്നിൽ ദൈവത്തിൻ്റെ നീതിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകും എന്ന് തിരിച്ചറിയണം. വിശേഷിച്ച് ശുശ്രൂഷകന്മാർ പ്രയോജനപ്പെടാൻ കൊതിക്കുന്നവരൊക്കെ എന്നെ കേട്ടോളൂ. കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് തണ്ണീര് കുടിപ്പാൻ കൊടുത്താൽ, തണ്ണീര്, ഇത് ചൂടുവെള്ളമാ, ചൂടാക്കുക പോലും ചെയ്യാത്ത വെള്ളം ഉണ്ടല്ലോ, കിണറ്റിൽ നിന്ന് ഡയറക്റ്റ് കോരിയ വെള്ളം, പാല് ചേർക്കാത്ത, കാപ്പിപ്പൊടി ചേർക്കാത്ത, തേയില ചേർക്കാത്ത, പഞ്ചസാര ചേർക്കാത്ത വെറും വെള്ളം, എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് തണ്ണീര് കുടിപ്പാൻ കൊടുത്താൽ ഈ ലോകത്തിൽ 100 മടങ്ങും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവന് ലഭിക്കാതെ പോകുകയില്ല. ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന്, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം കണക്ക് പറയുമെങ്കിൽ, ദൈവം അതിൽ നീതിമാനാകുമെങ്കിൽ, ആത്മഭാരം കൊണ്ട് നിലവിളിക്കുന്നവനെ ദൈവം മറക്കുമോ? എബ്രായലേഖനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തന്റെ ദാസന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും
തന്റെ നാമത്തോട് കാട്ടിയ സ്നേഹം മറന്നുകള പണ്ടക്കവണ്ണം ഞാൻ അനീതിയുള്ളവനല്ല. വലഞ്ഞു വരുന്ന ഒരു അഭിഷക്തന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അത് മറക്കാൻ എന്റെ ദൈവം അനീതിയുള്ളവൻ അല്ലെങ്കിൽ ആത്മഭാരം കൊണ്ട് ആരും അറിയാതെ പ്രാർത്ഥനാ മുറിക്കകത്ത് ആമേൻ വിതുമ്പി കരയുന്ന നിന്റെ പ്രാർത്ഥനയോട് ദൈവം അനീതി കാണിക്കുമോ? സ്തോത്രം. സകല പുള്ളികളും ബാലിന്റെ മുന്നിൽ മുട്ടുകുത്തി അശേരകളെ ചുംബിച്ച് അശുദ്ധിയുള്ള അതരങ്ങളുള്ളവരായി മാറിയപ്പോ ഇത് കണ്ടിട്ട് ഹൃദയം പൊളിഞ്ഞ ഒരു മനുഷ്യൻ പ്രാർത്ഥന മുറിക്കകത്ത് കയറി പ്രാർത്ഥിച്ചു. ആരാ? തിപ്ശയിൽ നിന്നുള്ള തിപ്ശനായ ഏലിയാബ്. രഹസ്യ പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥിച്ചു 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 പ്രാർത്ഥിച്ച് പ്രാർത്ഥന സജീവമായപ്പോൾ ദൈവം പറഞ്ഞു, പോയി പ്രവചിക്ക്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, നിന്നെ വളർത്താൻ ആരുമില്ല, നിന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല, ശുശ്രൂഷയിൽ നിനക്കൊരു കരുത്ത് തരാൻ ആരുമില്ല. അങ്ങനെയൊക്കെയുള്ള ജീവിതാനുഭവങ്ങൾ നിങ്ങൾ തകർന്നു നുറുങ്ങി കിടക്കുന്നുവെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മ പറയുന്ന ദൂത് നന്നായിട്ട് ശ്രദ്ധിച്ചോണം. ആത്മഭാരത്താൽ നിലവിളിക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിന്റെ അതരത്തിന്മേൽ കാലഘട്ടത്തോടുള്ള ദൂത് തന്ന് ദൈവത്തിന് അയക്കാനും അറിയാം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചോ. തലമുറയുടെ, കാലഘട്ടത്തിന്റെ, രാജ്യങ്ങളുടെ, പട്ടണങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ആത്മഭാരം കൊണ്ട് നിലവിളിക്കുന്നവരുണ്ടാകണം. ഇന്ന് രാത്രി നിങ്ങൾ അറിയണം കേട്ടോ, നിലവിളിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ പ്രാർത്ഥന നടക്കത്തില്ലെന്ന് ചിന്തിക്കരുത്. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും. ആരെങ്കിലും ചോദിക്കുക, കല്ലെങ്ങനെ ആർക്കുന്നേ? കല്ലിന് വായുണ്ടോ? കല്ലിന് ഭാഷയുണ്ടോ? കല്ലിന് ശബ്ദമുണ്ടോ? എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, വെള്ളസിംഹാസന ന്യായവിധിയിലെ സാക്ഷികളായിട്ട് വിളിക്കുന്ന രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് ആകാശം, ഭൂമി. ആകാശത്തിന് സാക്ഷി പറയാൻ പറ്റുമോ? പറയും. ബൈബിൾ അങ്ങനെ പറയുന്നത്. 19-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നില്ലേ, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. പകലും പകലും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ, രാത്രിയും രാത്രിയും തമ്മിൽ ഇടപെടുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇല്ല, നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ബൈബിൾ പറയുന്നു അത് സംഭവിക്കുന്നുണ്ട്. അതേ ക്രമത്തിൽ യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. നമ്മൾ പാടത്തില്ലേ, നമ്മൾ വായിക്കുന്നില്ലേ? അങ്ങനെ. അപ്പൊ ആകാശത്തെയാണ് വിളിക്കുന്നത്. ഇതുപോലെ ലോത്തിന്റെ കാലത്ത് അകൃത്യ നിമിത്തം നിലവിളിക്കാൻ ഒരു മനുഷ്യനും ഇല്ലാതിരുന്ന ഇടത്ത് ആ സോദോമിന്റെ മണ്ണ് നിലവിളിച്ചു. ദൈവം അതിൻ്റെ അകൃത്യത്തിൽ ശിക്ഷിക്കുവാൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ചേർന്നൊരാമേൻ പറഞ്ഞു. ഇതേ ക്രമത്തിൽ എല്ലാ തലമുറയിലും പല ടൈപ്പ് അകൃത്യങ്ങൾ കിടക്കുകയാണ്. ഇതിനുള്ളൊരൊറ്റ റെമഡി ഉള്ളൂ. അതാ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 3:26 അത് പറയുന്നുണ്ട്. ഓരോരുത്തനെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കാൻ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു. അകൃത്യത്തിൽ നിന്ന് തിരിക്കാൻ ഉലക ചരിത്രത്തിൽ ഒരാൾക്കേ കഴിയൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പഴയ നിമിത്തമൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. ന്യൂ ടെസ്റ്റ്മെന്റിൽ പറയുന്നു, അങ്ങനെ കഴുകി അകൃത്യം പോക്കാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ്. ഇവിടെ പറയുന്നു, നമ്മുടെ ആ അകൃത്യങ്ങൾ നിമിത്തം നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? തകർന്നു. എല്ലാവരും കൊണ്ടൊന്ന് പറഞ്ഞു, എന്ത് ചെയ്തു? തകർന്നു. ആ തകർന്നു എന്ന് പറയുന്ന ആ വാക്കിന് എബ്രായ ബൈബിളിൽ ഡാഖ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. DAKA ആ പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ധാന്യം ചതയ്ക്കുന്നത് പോലെ ചതയ്ക്കപ്പെട്ടു എന്ന്. യെശയ്യാ പ്രവചനം 28:27 പറയുന്നുണ്ട്, കരിഞ്ജീരകം വടികൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തകർക്കപ്പെട്ടു. ലേവ്യ പുസ്തകം 24-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഒലിവ് അത് തെളിവുള്ള
ഒലിവെണ്ണയാകത്തക്ക വിധത്തിൽ അതിനെ ഇടിച്ചെടുക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തകർക്കപ്പെട്ടു. അതിന്റെ ഉപാധികൾ എന്തൊക്കെയായിരുന്നെന്നറിയാമോ? ആ മുൾക്കിരീടം, ആ റോമൻ ചട്ട, ആ കുരിശ് അവിടുന്ന് തകർക്കപ്പെട്ടു. കണ്ടോ കണ്ടോ കണ്ടോ? രണ്ട് വാക്കുകൾ പറഞ്ഞു, ഓർമ്മയിൽ വെച്ചോണം. ഒന്ന്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു. അടുത്ത വാക്ക് കണ്ടോ? നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേൽ ആയി. എല്ലാരും കൂടെ പറഞ്ഞേ, സമാധാനം. പറ, ഒന്നുകൂടെ പറ. എന്താ സമാധാനം? ഷലോ, ഷലോ, അതാ സമാധാനം. ഈ ഷലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥത, സൗണ്ട്നെസ് എന്നതിനെ വിളിക്കാം. അതാണ് ഈ സമാധാനം എന്ന് പറയുന്നത്. അത് സമാധാനമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല കേട്ടോ. പണമുണ്ടെങ്കിലും, സൗന്ദര്യം ഉണ്ടെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും, ആരോഗ്യമുണ്ടെങ്കിലും, ജോലിയുണ്ടെങ്കിലും, സ്ഥാനമാനമുണ്ടെങ്കിലും, ഫെയിം ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഈ കാലഘട്ടത്തിൽ എത്ര നടന്മാരാണ് സൂയിസൈഡ് ചെയ്തത്? കാശില്ലാഞ്ഞിട്ട്, വില കൂടിയ വാഹനങ്ങളില്ലാഞ്ഞിട്ട്, സമാധാനമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തിരുവല്ല നെടുമ്പറത്തിനടുത്തൊരു കൺവെൻഷന് പ്രസംഗിക്കാം. പ്രസംഗം കഴിഞ്ഞപ്പോൾ ആ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ഒരു അച്ചായൻ നടന്ന് സ്റ്റേജിൻ്റെ സൈഡിൽ വന്നു എൻ്റെ കയ്യെ പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കാമോ? സമാധാനമില്ല, സമാധാനമില്ല. മക്കൾ നിമിത്തമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, സമാധാനം ഇല്ല. ഞാൻ പറഞ്ഞത്, സമാധാനമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. സമാധാനം എന്ന് പറയുന്നത് മനസ്സിൻ്റെ സ്വസ്ഥതയാണ്. അതെന്താണ് ഞാൻ നിർവചിക്കാം. ഈ പത്രോസ് തല വെട്ടുമെന്ന് പറഞ്ഞിരിക്കുക. അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ തല വെട്ടും. ഈ പുള്ളിയെ പിടിച്ച് തല വെട്ടാൻ വേണ്ടി പിടിച്ച് കാരാഗ്രഹത്തിലിട്ടിരിക്കുക. അടുത്ത ദിവസം തല വെട്ടും. അന്ന് രാത്രി, തല വെട്ടുന്നതിൻ്റെ തലേ രാത്രി ഈ പുള്ളി കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം കെട്ട് കിടന്നുറങ്ങുക. നമ്മുടെ ചില പിള്ളേരൊക്കെ അങ്ങനെ ഉറങ്ങത്തില്ലയോ? പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങിയല്ലെന്ന് പറയുന്ന പോലെ ബോധം കെട്ട് കിടന്നുറങ്ങും. നമ്മുടെ പിള്ളേരുടെ ബോധക്കേട് എന്തുവാന്ന് അറിയണമെങ്കിൽ ഉറക്കപ്പിച്ചിൽ രാത്രിയിൽ വീട്ടിലുണ്ടാക്കിപ്പെട്ട വിശേഷമായ ഭക്ഷണം ഉറക്കപ്പിച്ചിലിരുന്ന് കഴിക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എനിക്ക് മാത്രം തന്നില്ലെന്ന് പറഞ്ഞ് ഇരുന്ന് കാര്യം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. സ്വോത്രം. രാത്രി ഉറക്കം തൂങ്ങിയിരുന്ന് മൊത്തം കഴിക്കും, എന്നിട്ട് പോയി കിടന്നുറങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് മാത്രം തന്നില്ല. ആ ടൈപ്പ് ഉറക്കമായിരുന്നു പത്രോസ്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല. കയ്യേന്ന് ചങ്ങല എഴിഞ്ഞു വീണു, കാലേ നാമം എഴിഞ്ഞു വീണു. 1-ാം വാതിൽ തുറന്നു, 2-ാം വാതിൽ തുറന്നു, 3-ാം വാതിൽ തുറന്നു, പുറത്തിറങ്ങി സുബോധം വീണു. അങ്ങനെ വായിക്കുന്നത്. അപ്പോൾ അതുവരെ സുബോധമില്ലായിരുന്നു. ഈ തല വെട്ടുന്നതിൻ്റെ തലേന്ന് കിടന്ന് സ്ഥലം മറന്ന് ഉറങ്ങാൻ പറ്റുന്നതിൻ്റെ പേരെന്നാ? അതാ സമാധാനം. സമാധാനം പ്രശ്നമില്ലാത്ത അവസ്ഥയല്ല, പ്രശ്നം ഉണ്ടെങ്കിലും അത് ബാധിക്കാത്ത വിധത്തിൽ ഇരിക്കാൻ പറ്റുന്നതാ സമാധാനം. ചിലർക്ക് മനസ്സിലാകുന്നെന്നാണ് തോന്നുന്നത്. ഇന്ന് രാത്രി സാമ്പത്തിക ബാധ്യത മാറിയിട്ട്, കുടുംബ പ്രശ്നം മാറിയിട്ട്, ജോലിയിലെ പ്രഷർ മാറിയിട്ട് സമാധാനം അനുഭവിക്കാമെന്ന് കരുതരുത്. അതിനപ്പുറത്തൊരു സമാധാനം കർത്താവ് തരാൻ പോവാ. അതെ, ഈ സകല ബുദ്ധിയും കവിയുന്ന സമാധാനം എന്ന് പറയുന്നത്. ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റാത്തൊരു സമാധാനം. എന്നാ വന്നാലും ചുമലിൽ താങ്ങാമെന്നുള്ള ഒരു തൻ്റെ ഇടം, ആകത്തൊരു ശാന്തത, ഒരു സമാധാനം. ഹല്ലേലൂയ. ഇതുപോലെ സമാധാനം യേശുവിനുണ്ടായിരുന്നു. ശിഷ്യന്മാരെല്ലാം പടക്കി കിടന്നിട്ട് ഞങ്ങളിപ്പം നശിക്കുമെന്നും പറഞ്ഞ് ചാകുമെന്ന് പറഞ്ഞ് അവർ നിലവിളിക്കുക. പക്ഷെ കർത്താവ് മാത്രം പടകിൽ തലയണ വെച്ച് ഉറങ്ങുക. ആടുന്ന പടകിൽ, ഇളകുന്ന കടലിൽ തലയണ വെച്ച കർത്താവ് ഉറങ്ങുക. കർത്താവ് ഇവർ പേടിച്ച് മരണഭീതിക്കകത്ത് നിലവിളിക്കുമ്പോൾ അങ്ങ് കിടന്നുറങ്ങുന്നതിൻ്റെ കാര്യം എന്താ? സമാധാനം. അതാണ് സമാധാനം എന്ന് പറയുന്നത്. നമ്മുടെ സമാധാനത്തിലൂടെ ശിക്ഷ അവൻ്റെ മേലായി എന്ന് പറഞ്ഞാൽ ഈ സമാധാനമല്ല കേട്ടോ, ഇത് നമുക്ക് എല്ലാവർക്കും വേണം. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക്
തന്നേച്ചു പോകുന്നു. ഈ ലോകം തരുന്നത് പോലെയല്ല. കർത്താവ് സമാധാനം തരും. ഏത് വലിയ പ്രശ്നക്കാരനും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെ നടുവിൽ സ്വസ്ഥമായിരിക്കാൻ ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരു സമാധാനമുണ്ട്. അത് നിങ്ങളുടെ ബുദ്ധിയെ കവിയുന്ന സമാധാനമാണ്. ഓ ഹല്ലേലൂയ. ആത്മാവിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചോ. പക്ഷേ നമ്മുടെ സമാധാനത്തിനോടുള്ള ശിക്ഷ അവൻ്റെ മേലായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്വസ്ഥത ഉണ്ടാകാനുള്ള ശിക്ഷ ഏറ്റെടുത്തെന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ യെശയ്യാപ്രവചനം 59-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്ര നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് കണ്ടോ. പാപം നിമിത്തം ദൈവവുമായിട്ടൊരു ഭിന്നതയുണ്ടായി, ഒരു പ്രശ്നമുണ്ടായി, ദൈവവുമായിട്ടൊരു ഭിന്നത, ഒരു യുദ്ധമുണ്ടായി ദൈവവുമായിട്ട് കേട്ടോ. പാപങ്ങൾ ദൈവത്തെയും നമ്മളെയും തമ്മിൽ ഭിന്നിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇതാ പറയുന്നത്, നാമും ദൈവവുമായിട്ടൊരു പ്രോബ്ലം ഉണ്ട്. അത് പാപത്തിന്റെ പ്രോബ്ലമാണ്, ദൈവവുമായിട്ട് അടുക്കാൻ മേലാത്തൊരു പ്രശ്നം. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും കേട്ടോണം, രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ബൈബിളുമായിട്ട് ബന്ധമുള്ളവരും ഇല്ലാത്തവരും ആദ്യമായിട്ട് ഈ പ്രസംഗം കേൾക്കുന്നവരും എല്ലാം കേട്ടോണം. എൻ്റെ പ്രിയപ്പെട്ടവർ, എവിടെ സിന്നുണ്ടോ അത് പ്രസംഗിക്കുന്ന ഞാൻ പാപം ചെയ്താലും ദൈവവുമായിട്ട് അകലെയാ. കേൾക്കുന്നുണ്ടോ? പാപം ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്ന് അകന്ന ജീവിക്കുന്നത്. സ്വതന്ത്രം വായിക്കേണ്ട ഒരു വാക്യമാണ്, പക്ഷെ ഞാൻ വായിപ്പിക്കുന്നില്ല. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഒന്ന് നോക്കിക്കോ. ഈ പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. 1 യോഹന്നാൻ 3:8-9-10. എന്നിട്ട് പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. എന്നിട്ട് 10-ാമത്തെ വാക്യത്തിൽ പറയുക, ദൈവത്തിന്റെ മകൻ ആരെന്നും പിശാചിന്റെ മകൻ ആരെന്നും ഇതിനാൽ തെളിയുന്നു. ഏതോ ഒരു പെന്തക്കോസ്ത് ചർച്ചിൽ ചെന്ന് കയറിയെന്നും പറഞ്ഞ് നീ അങ്ങ് പാപരഹിതനൊന്നും ആകത്തില്ല. പാപം ചെയ്യുന്നവൻ ആരാ? ഇതിനാൽ തെളിയുന്നു. എൻ്റെ പ്രിയരെ, നമ്മൾ ബൈബിൾ എടുത്തുകൊണ്ട് ഞായറാഴ്ച ചർച്ചിൽ പോകുന്നത് കൊണ്ടല്ല നമ്മൾ ദൈവമക്കളെന്ന് തെളിയുന്നത്, പാപം ചെയ്യാതിരിക്കുമ്പോഴാ. എന്നെ മിണ്ടാത്തെ? സ്തോത്രം. നമ്മുടെ ഇടയിൽ പിശാചി വിതച്ചിട്ട് പോയൊരു സാധനമുണ്ട്. പാപത്തെ നമ്മൾ ബലഹീനത എന്ന് വിളിക്കും. അത് പിശാചിൻ്റെ ഒരു ചരക്ക. നമ്മൾ രാത്രി പ്രാർത്ഥിക്കാൻ തുടങ്ങും, കർത്താവേ എന്ന് വന്ന എല്ലാ ബലഹീനതയും ക്ഷമിക്കണേ, അങ്ങനെ പറഞ്ഞ് നമ്മളങ്ങ് ക്ഷമ പ്രാപിച്ച് അങ്ങ് എഴുന്നേറ്റ് പോവുക. അതേ സമയം ആ ബലഹീനത ഒന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കിയേ. കർത്താവ് ഇന്നൊരു 10 നുണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു നോക്കിയേ. കർത്താവ് ഇന്ന് ഫോൺ വിളിച്ച് ഒരുത്തൻ്റെ ജീവിതം ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു നോക്കിയേ. കർത്താവ് ഒരുത്തനിട്ട് വലിയൊരു പാറ ഞാൻ പണിത്, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു നോക്കിയേ. കർത്താവ് ഒരുത്തനെ ഞാൻ പറ്റിച്ചു, അങ്ങനോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു നോക്കിയേ. വിറയ്ക്കും. അതുകൊണ്ട് പിശാച് പറഞ്ഞു, നീ പാവമൊന്നും ഏറ്റു പറയണ്ട, അതിനെയെല്ലാം കൂടെ ഒരു പൊതിക്കകത്ത് പൊതിഞ്ഞു വെച്ചിട്ട് ഇതുപോലെ ഇതൊരു ഒരു 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 ഇരുമ്പ് ടേബിളാണ്, ഒരു നീല ടേബിള്, കുറച്ച് പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ വെള്ളമിട്ട് പൊതിഞ്ഞപ്പോൾ എന്നാ പ്രശ്നം? എന്നാ പ്രശ്നം? എന്നാ ഈ പൊതി ഇളക്കുമ്പോൾ വീണ്ടും ആ തുരുമ്പിച്ച സാധനം പുറത്തു വരും. ഇതുപോലെ പിശാച് നമ്മുടെ തുരുമ്പിനെ മറയ്ക്കാൻ വേണ്ടി ഒരു പൊതി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. പേരെന്നാ? ബലഹീനത. പാപത്തെ ബലഹീനത എന്ന് വിളിക്കല്ല. ഞാൻ ആവർത്തിച്ച് പറയും, ആ വാക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഉപയോഗിക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് പ്രാർത്ഥിക്കാൻ അറിയാൻ മേല എന്നുള്ളതാണ്. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് ഞങ്ങൾ ഈ കൺവെൻഷനൊക്കെ നിരന്തരം പോകുന്നതായതുകൊണ്ട്, അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ചവനും ഭൂമിക്ക് ബ്രഹ്മ വെച്ചവനിട്ട് ബ്രഹ്മ വെച്ചവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണുവാൻ കഴിയാത്തവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ഭൂരാജക്കന്മാർക്ക് അധിപതിയുമായി ദൈവമേ എന്നൊക്കെ പറഞ്ഞ് കടിച്ചപ്പെട്ടാത്ത വാക്കുകളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ബൈബിൾ പറയുന്നു, വേണ്ടുന്നതും പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് അറിയത്തില്ല. അമ്മമാരാണെങ്കിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ 150 സങ്കീർത്തനത്തിൽ എത്ര വാക്യമുണ്ടോ മൊത്തം പറയും. 45 മിനിറ്റും വേണം. പിന്നെ ചിലർ പ്രാർത്ഥനയിൽ ഉച്ചരിക്കാൻ വേണ്ടി കുറേ വാക്യങ്ങൾ തന്നെ കാണാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. സ്വതന്ത്രം. പക്ഷെ ബൈബിൾ പറയും, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമ്മൾ അറിയുന്നില്ല. അതാ നമ്മുടെ ബലഹീനത എന്ന് റോമർ 8 പറയുന്നത്. അല്ലാതെ പാപത്തെ അല്ല ബലഹീനത എന്ന് പറയുന്നത്. പിടികിട്ടുന്നുണ്ടെങ്കിൽ ഒരാമയം പറ. ഹല്ലേലൂയ. പാപത്തെ പാപമായിട്ട് തന്നെ പറയണം. എവിടെ പാപമുണ്ടോ അവിടെ ദൈവവുമായിട്ട് സെപ്പറേഷൻ ഉണ്ട്.
ഇന്ന് പകൽ ഒരു പാപം ചെയ്തിട്ടാണ് വന്നേക്കുന്നത്, നീയും ദൈവവുമായിട്ടൊരു സെപ്പറേഷൻ ഉണ്ട്. ആ പാപം പരിഹരിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവിടെ ഏറ്റെടുക്കണം. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ അതിന് പരിഹാരമുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അത് 2 കൊരിന്ത്യർ 5:18 പറയുന്നത്. ഇതിനൊക്കെ ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. കണ്ടോ, ദൈവത്തോട് നമ്മെ നിരപ്പിച്ചു. ആര് നിരപ്പിച്ചു? ക്രിസ്തു. ഞങ്ങൾക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത്, മറ്റൊരുത്തനിലും പറഞ്ഞോ ഒരു പ്രസംഗത്തിൽ 1000 പ്രാവശ്യം ഈ വാക്യം പറഞ്ഞാലും കുഴപ്പമില്ല. അതുകൊണ്ട് ധൈര്യത്തോടെ പറ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. മനുഷ്യനെ ദൈവവുമായി അടുപ്പിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അതാണ് ക്രൈസ്റ്റ്. ഗ്ലോറി ഗ്ലോറി. ഇവിടെ മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ, സമാധാനം ഉണ്ടാക്കാൻ, നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ, എല്ലാവരും കൊണ്ട് പറഞ്ഞു, സമാധാനത്തിനായിട്ടുള്ള, ഒന്നുകൂടെ പറ, സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ ആരുടെ മേലായി? അവന്റെ മേലായി. ശിക്ഷ എന്ന് പറയുമ്പോൾ ബാലശിക്ഷ എന്ന് ചിന്തിക്കരുത് കേട്ടോ. നമ്മൾ പഠനത്തില് ബാലശിക്ഷ നൽകൂമൻ അപ്പനെങ്കിലും ബാലശിക്ഷ തരും. ആ ബാലശിക്ഷയല്ല യേശുവിന്റെ മേൽ വന്ന ശിക്ഷ, പ്രതികാരത്തിന്റെ ശിക്ഷയാ കേട്ടോ. കോപത്തിന്റെ ശിക്ഷയാ. മനുഷ്യന്റെ കോപത്തിന് നേരെ മനുഷ്യന്റെ പാപത്തിന് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. റോമർ 1:18. സകല അഭക്തിക്കും സകല അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു കേട്ടോ. പാപങ്ങളുടെ മേൽ ദൈവത്തിന്റെ കോപമാണ് വെളിപ്പെടുന്നത്. പാപം വർദ്ധിക്കുന്നതനുസരിച്ച് കോപം ചരതിച്ചു വെക്കുന്നെന്നാ പറയുന്നത്. റോമലേഖനം 2:5 അങ്ങനെ പറയുന്നുണ്ട്. കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. ബാങ്കിൽ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ കാശിടത്തില്ലേ, അതുപോലെ കോപം കൂട്ടിക്കൂട്ടി വെക്കുക. ഹല്ലേലൂയ. അപ്പൊ പാപത്തിന് നേരെ കോപമുണ്ടായിരുന്നു കേട്ടോ. ആ കോപം പരിഹരിക്കപ്പെടാൻ, അതാ ഞാൻ പറഞ്ഞത്, പ്രതികാരത്തിന്റെ ശിക്ഷ. ഹല്ലേലൂയ. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ യേശുവിന്റെ മേലായി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കോപം ശമിപ്പിക്കപ്പെടത്തക്ക വിധത്തിലുള്ള ശിക്ഷ, ദൈവത്തിന്റെ നീതി തൃപ്തിയാകത്തക്ക വിധത്തിലുള്ള ശിക്ഷ നമ്മുടെ കർത്താവിന്റെ മേൽ ആയി. ഒരാമേ പറഞ്ഞ് ശബ്ദം ഉയർത്തി. ജീസസ്. ഞാൻ ആ ശിക്ഷയെ നിർവചിക്കട്ടെ. അതാണ് യേശു അനുഭവിച്ച അടി, ശിക്ഷ, യേശുവിന്റെ ക്രൂശ് മരണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്രൂശ് മരണത്തിൽ നോർമലി അടിക്കുകയും പിന്നെ ക്രൂശിക്കുകയും കൂടെ ചെയ്യത്തില്ല. ഒന്നുകിൽ അടിക്കും അല്ലെങ്കിൽ ക്രൂശിക്കും. പക്ഷെ യേശു അടിക്കപ്പെടുകയും ചെയ്തു, യേശു ക്രൂശിക്കപ്പെടുകയും ചെയ്തു. എന്തിനാ അടിക്കപ്പെട്ടത്? പീലാത്തോസിന് യേശുവിനെ കൊല്ലാൻ താല്പര്യമില്ല. പീലാത്തോസ് ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, അതുകൊണ്ട് കൊല്ലാൻ താല്പര്യമില്ല. പക്ഷെ ഇവര് നിലവിളിക്കുന്നത് കൊണ്ട് അടിക്കാൻ തീരുമാനിച്ചു. അടിച്ചു. യേശുവിനെ അടിച്ച ചാട്ടയുടെ പേരറിയാം, ഫ്ലാഗറം, പുച്ചവാൽവടി എന്ന് പറയും. ഹല്ലേലൂയ. പഴയ ഒരു എപ്പോഴും അദ്ദേഹം കീബോർഡിസ്റ്റാണ്. ഞാൻ പക്ഷേ ഒത്തിരി നാളായി അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട്, അതുകൊണ്ട് ഞാൻ പഴയെന്ന് പറഞ്ഞ്. ചിങ്ങവനത്തുള്ള ഒരാളുണ്ട് കീബോർഡിസ്റ്റ്. അദ്ദേഹം നേരത്തെ കുറേ കേസുകളിലൊക്കെ പ്രതിയായിരുന്നു. അദ്ദേഹം എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഈ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ കേസ് തെളിയിക്കാൻ വേണ്ടി പഞ്ചപാണ്ഡവൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന്, ഒരു ചൂരൽ, 5 ചൂരൽ ഒരുമിച്ച് പിരിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം. എന്നിട്ട് അതിങ്ങനെ ഈ വിരലിൻ്റെ ഇടയിലോട്ട് കയറിയിട്ട് ഒരു പിടുത്തമുണ്ട്. സ്വാതന്ത്ര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അല്ലെ ഇന്ന് വീട്ടിൽ ചെന്നോ ചെയ്യണേ. ഒരു പേന എടുത്ത് വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് അറ്റത്ത് പിടിച്ചിട്ട് ഒന്ന് അനക്കി നോക്കണേ, വേദനയുണ്ടോ എന്നറിയാം. അപ്പോൾ പല ടൈപ്പ് ചാട്ടകളാണ്. അതിൽ ഒരു ചാട്ടയെ ഫ്ലാഗറും, ഈയ കഷണങ്ങളുള്ള, അസ്ഥി കഷണങ്ങളുള്ള, ചൂണ്ടക്കൊളുത്തുകളുള്ള ഒന്ന്. ഇതുകൊണ്ട് അടിച്ചത് 39 അടി. 40 അടിക്കാൻ പാടില്ല പ്രമാണം അനുസരിച്ച്. 39 അടിക്കും. സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ്റെ അസ്ഥികളൊക്കെയും നമുക്ക് എണ്ണാം. ഈ അടി കൊണ്ടാൽ ജീവിക്കുക എന്ന് പറയുന്നത് സാധാരണമല്ല.
അവൻ്റെ അസ്ഥികളൊക്കെയും നമുക്ക് എണ്ണാം. ഇത് കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ ഇതാ എന്ന് പീലാത്തോസ് പറഞ്ഞപ്പോ, ഹല്ലേലൂയ, പീലാത്തോസ് ഓർത്തത് ഇവര് ഇനി സാരമില്ലാന്ന് വെക്കുമെന്ന്. പക്ഷെ അവരേറ്റവും അധികം നിലവിളിച്ചു, അവനെ ക്രൂശിക്ക എന്ന് ആവർത്തിച്ചു പറഞ്ഞു. ഒടുവിൽ പീലാത്തോസിന് മനസ്സോടെ ക്രൂശിനായിട്ട് യേശുവിനെ വിട്ടുകൊടുക്കേണ്ടി വന്നു. നിങ്ങൾ യേശുവിൻ്റെ കുരിശിനെ ഒന്ന് കാണണം കേട്ടോ. യേശുവിൻ്റെ കുരിശിനെ അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാലാമത്തെ ഭാഗം പറയാൻ നേരമില്ല, പറയത്തുമില്ല. സ്തോത്രം. യേശുവിൻ്റെ കുരിശിനെ ഒന്ന് കാണണം. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ കുരിശ് ഡി മൈനർ, യേശുവിൻ്റെ കുരിശ് പഴയ നിയമത്തിൽ നിന്നിട്ട് പ്രവാചകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്. ആളല്ലേ? അതെ, പക്ഷെ കണ്ടാൽ തോന്നത്തില്ല. അതുപോലെ ഞാനതിനെ നിർവചിക്കാം. സ്തോത്രം. ഇവിടെ തൊട്ടടുത്ത് ഒരു മീൻ കടയുണ്ട്, അവിടെ ഇറച്ചി വിൽക്കും. ഇറച്ചി അല്ലേ, മങ്ങനംകാർക്ക് അറിയത്തില്ലേ? ഇവിടെ ഇറച്ചി കിട്ടത്തില്ലേ? ഇറച്ചി കിട്ടും. നിങ്ങൾ ഈ കടയിലോട്ട് കയറി ഇറച്ചിക്കുറങ്ങ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇറച്ചിക്കുറങ്ങ്. സ്തോത്രം. ഞാൻ ചില സമയത്തൊക്കെ ഇവിടെ മീനൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, തൊട്ടടുത്തായതുകൊണ്ട്. ഇറച്ചിക്കുറങ്ങ് നിങ്ങൾ മേടിക്കാൻ വേണ്ടി അവിടെ ഇറച്ചി മേടിക്കാൻ വേണ്ടി അവിടെ കയറിയാൽ ഇറച്ചിക്കുറങ്ങ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന കാണാം. ഇതുപോലെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്. സ്തോത്രം. ആളാണ് കിടക്കുന്നത്, പക്ഷെ കണ്ടാൽ തോന്നത്തില്ല. കണ്ടാലോ വളറിയൂ ഇല്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടും. കണ്ടാലോ മുഖശോഭ ഇല്ല, ചോരയാൽ നിറഞ്ഞൊഴുകിടുന്നു. മകനേ മകളെ നീ മാന്യനായിടുവാ, കാൽവരിയിൽ നീനക്കായി പീഡഞ്ഞിടുന്നു. കാൽക്കരങ്ങൾ നീനക്കായി തുളയ്ക്കപ്പെട്ടു. മകനെ നീ നോക്കുക, നീനക്കായി തകർന്നിടുന്നു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്. ഇതിന്റെ പേര് നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ. അവിടുത്തെ തലയിലെ മുൾക്കിരീടം കണ്ടോ? ഞാനതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. 2 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വരെ നീളമുള്ള മുള്ളുകളാണ് അതിലുള്ളത്. അത് വെച്ച് കോലുകൊണ്ട് അടിച്ചതിനൊരു കാരണമുണ്ട് കേട്ടോ. കോലുകൊണ്ട് അടിച്ചതിന് പലരും തുപ്പിയ മുഖമാണ്. വല്ലവന്റെ കാർക്കിലൊക്കെ മുഖത്ത് പറ്റിയിട്ടുണ്ട്. ആ മുഖത്ത് കൈകൊണ്ടടിക്കാൻ അവർക്ക് അറപ്പ് തോന്നിയിട്ട് കോലുകൊണ്ട് അടിച്ചു ആ മുഖത്ത്. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ. ഈ ക്രൂശീകരണം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. 2 കരങ്ങളും ആണിയിൽ തൂങ്ങപ്പെട്ടിരിക്കുന്നു, കാലുകൾ ആണിയിൽ ചേർത്ത് അടിച്ചിരിക്കുന്നു. നമ്മൾ പാടത്തില്ല, തൂങ്ങിക്കിടക്കുന്നു സ്നേഹസ്വരൂപൻ. തൂങ്ങിക്കിടക്കുകയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഈ തൂങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ കാലുകളിൽ കൈകളിൽ ആണിയടിക്കുമ്പോൾ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥ, മുഴങ്കാലുകൾ മുന്നോട്ട് വളഞ്ഞ് തൂങ്ങിക്കിടക്കുകയാണ്. ഈ കിടപ്പിന് വലിയ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് നാഡീനരമ്പുകൾ മുഴുവൻ വലിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയരെ, ഈ ശ്വാസോച്ഛ്വാസം കഴിക്കുവാൻ ബന്ധപ്പെടും. രണ്ടാമത്തെ കാര്യം, ഈ ശ്വാസോച്ഛ്വാസം കഴിക്കുവാൻ ബന്ധപ്പെടുന്നത് കൊണ്ട് കഠിനമായ ദാഹം ഉണ്ടാകും. കഠിനമായ ദാഹം. ഈ കഠിനമായ ദാഹത്തെ നമ്മൾ പാടുന്ന ഒരു പാട്ടിനകത്ത് നമ്മൾ പാടുമല്ലോ, കഠിനദാഹം പീഡിച്ചതീന കാടി വാങ്ങാ ഈടയായോ, ഉടുപ്പും കൂടി ചീട്ടിട്ട് ഉടുമ്പും കുത്തി തുറന്നു രുധിരം ചിന്തി. കഠിനദാഹം പിടിച്ചതിനെ കാടി പശുവിന് കൊടുക്കുന്ന നമ്മൾ പറയുന്ന സാധനമല്ല അത് കേട്ടോ. അതൊരു കാവ്യഭാവന. യേശു കുടിച്ചത് കാടിയല്ല. ആ പാട്ടിൽ ആ വാക്കുണ്ടെന്നേ ഉള്ളൂ. കാടിയല്ല, കയ്പ് കലക്കിയ വീഞ്ഞ്. അങ്ങനെയാ.
ചൊറുക്ക കലർത്തിയ വീഞ്ഞെന്നും വായിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ വിനാഗർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പുളിച്ച വീഞ്ഞ്. ഇത് എന്തോ ആഡ് ചെയ്തതാ. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചത് പറയാം. ഒരു സർജിക് ടേബിളിൽ കയറിക്കിടക്കുന്ന പേഷ്യന്റിന് അനസ്തേഷ്യ നൽകുന്നത് പോലെയുള്ള ഒരു സാധനമാണ്, മയക്കിക്കളയുന്ന ഒരു സാധനം. യേശുവല്ല കുരിശിൽ ആദ്യം മരിച്ചത്. യേശു മരിക്കുന്നതിന് 300 വർഷം മുമ്പും യേശു മരിച്ച ശേഷം 300 വർഷം കൂടെ ക്രൂശീകരണം ഉണ്ടായിരുന്നു. AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയ ക്രൂശീകരണം നിർത്തലാക്കി. അതുവരെ ഇത് തുടർന്നു. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചരിത്രപരമായി ഇതിൻ്റെ ഒരു രീതിയുണ്ട്. കഠിനമായ ദാഹത്തിൽ ഇവർ നിലവിളിക്കുമ്പോൾ ബോധം മറയത്തക്ക വിധത്തിൽ അവർക്ക് കൊടുക്കുന്ന ഒരു സാധനം കയ്പ് കലർത്തിയ വീഞ്ഞ്. പക്ഷേ ഞാൻ എൻ്റെ കർത്താവിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ ഏറ്റെടുക്കുന്ന കർത്താവ് അത് കുടിച്ചില്ല. ഇവിടെ ഒത്തിരി അമ്മമാരുണ്ടല്ലോ. ഞാൻ പറയട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അവരനുഭവിക്കുന്ന വേദനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന. ഇവിടുത്തെ സൗണ്ട് ഡെസിബൽ കണക്കാണ്. അതുപോലെ ഡെസിബൽ കണക്കിൽ പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വേദനയാണ് ഒരമ്മ കുഞ്ഞിന് ജന്മം നൽകുന്ന വേദന. പക്ഷേ നിങ്ങൾ അറിയണം, ഇത്ര ഭീകരമായ വേദന ഒരമ്മ അനുഭവിക്കുമ്പോൾ ആ അമ്മയ്ക്ക് ബോധക്കേടുണ്ടാകത്തില്ല. ബോധക്കേടുണ്ടായാൽ അമ്മയ്ക്ക് ആ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അമ്മ ബോധത്തിലാണെങ്കിൽ ജന്മം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് പ്രകൃതിയില്ല. അതുകൊണ്ട് പറഞ്ഞ് വേദനയോട് മക്കളെ പ്രസവിക്കും, ബോധക്കേടുണ്ടാകത്തില്ല. ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് പോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി ആ കുരിശിന്റെ വേദന മുഴുവൻ അനുഭവിച്ചു. അതാ ഞാൻ പറഞ്ഞത്, ഇത് വെറും ശിക്ഷയല്ല, ബാലശിക്ഷയല്ല, ശിശുപരിപാലനമല്ലാതെ പകരം പ്രതികാരത്തിന്റെ ശിക്ഷ. സകല മനുഷ്യരും പാപത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനുള്ള ശിക്ഷ കർത്താവ് യേശു ഏറ്റെടുക്കുകയായിരുന്നു. ഇതുകൊണ്ട് നമ്മൾ പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല. നമ്മുടെ പാപത്തിന് വേണ്ടി ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഒരുത്തൻ ഉലക ചരിത്രത്തിൽ ഇല്ല പ്രിയരെ. അങ്ങനെ ഒരാളെ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാ. ഇന്ന് രാത്രി ഈ യേശുവിന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റും. നിങ്ങൾ ആത്മഹത്യ ചെയ്യണ്ട. നിങ്ങളുടെ ജീവിതം കുടുംബക്കോടതിയുടെ തിണ്ണയിൽ തീരാൻ പോകുന്നില്ല. നിങ്ങളുടെ ജീവിതം ഏതോ ഒരു വിഷക്കുപ്പിക്കകത്ത് തീരാൻ പോകുന്നില്ല. യേശുവിന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റും. കാരണം അതിനു വേണ്ടി ഉള്ളതെല്ലാം അവിടുന്ന് ചെയ്തു വെച്ചേക്കുക. ഞാൻ കൊണ്ടുവന്നതല്ല ഈ സൗണ്ട് സിസ്റ്റം കേട്ടോ. ഞാൻ വരുന്നതിന് മുൻപേ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതാ, സംഘാടകർ ഒരുക്കി വെച്ചതാ. സമയത്ത് വന്നപ്പോൾ ഞാൻ കയറി പ്രസംഗിച്ചാൽ മതി. ഇതേ ക്രമത്തിൽ ഇന്ന് രാത്രി നിങ്ങളൊന്നും അധ്വാനിക്കണ്ട. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്, പടിഞ്ഞാറ് നിന്ന് തെക്കോട്ട്, തെക്ക് നിന്ന് വടക്കോട്ട് തീർത്ഥയാത്രകൾ നടത്തണ്ട. ചില്ലിക്കാശ് കൊടുക്കണ്ട. പകരം ഇന്ന് രാത്രി യേശുവേ എന്നൊന്ന് വിളിച്ചൊന്ന് സറണ്ടറായാൽ മതി. നിങ്ങളുടെ അതിക്രമങ്ങൾക്ക്, നിങ്ങളുടെ അകൃത്യങ്ങൾക്ക്, നിങ്ങളുടെ സമാധാനത്തിനുള്ളത് എല്ലാം കർത്താവ് കുരിശിൽ ചെയ്തു വെച്ചിരിക്കുക. ഇന്ന് രാത്രി ആ യേശുവിന്റെ പാദപീഠത്തിൽ നിങ്ങളെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയും. നിങ്ങളുടെ സകല ശാപത്തിനകത്ത് നിന്ന്, നിങ്ങളുടെ സകല പ്രശ്നത്തിനകത്ത് നിന്ന്, നിങ്ങൾ അനുഭവിക്കുന്ന സകല തീവ്രമായ പ്രതിസന്ധികളുടെ അകത്ത് നിന്നും, ആരോടും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത കഠിനമായ ദുഃഖത്തിനകത്ത് നിന്നും ഇന്ന് രാത്രി നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും. യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പ്രസംഗം തീർന്നില്ല കേട്ടോ. പക്ഷെ സമയത്തെ ഞാൻ ബഹുമാനിക്കുന്നത് കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുക. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ, എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ, എല്ലാ ആദരങ്ങളും ഒന്ന് തുറന്നേ, എല്ലാ ആദരങ്ങളും ഒന്ന് തുറന്നേ. നിങ്ങൾ ഏത് പ്രശ്നത്തിലാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി യേശുവിന് പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു പ്രശ്നത്തിൽ നമ്മൾ ആരും ആയിരിക്കുന്നില്ല. വാ തുറന്നേ, വാ തുറന്നേ, വാ തുറന്നേ. യേശുവേന്നൊന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇന്ന് രാത്രി ഒരു വിടുതൽ ഇതിനകത്ത് സംഭവിക്കുവാൻ തുടങ്ങുന്നു. ആദരങ്ങൾ മുഴുവൻ തുറന്ന്, ആദരങ്ങൾ മുഴുവൻ തുറന്ന് കർത്താവിനെ ഒന്ന് വിളിച്ചോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. വാ തുറന്ന് പാടാമോ? എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. കർത്തൻ നീ, പഠിക്കോ, കർത്തൻ നീ. കൊയർ കയറി വന്നാട്ടെ. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും
മടങ്ങും പഠിക്കേ. എല്ലാ നാവും ഓ യേശു മാത്രം കർത്താവ്. എല്ലാവരും ചേർന്ന് എല്ലാ മുട്ടും മടങ്ങും. എല്ലാ മുട്ടും മടങ്ങും. എല്ലാ നാവും പാടിടും. ഓ യേശു മാത്രം കർത്താവ്. ഒന്നിച്ചൊന്ന് പഠിക്കേ. എല്ലാ മുട്ടും മടങ്ങും. എല്ലാ നാവും പാടിടും. യേശു മാത്രം. ഒരിക്കൽ കൂടെ പഠിക്കേ. എല്ലാ മുട്ടും എല്ലാ നാവും പാടും. യേശു മാത്രം. ദയവായി എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട്. എഴുന്നേറ്റ് നിൽക്കുന്നത് പുറത്തേക്ക് പോകാനല്ല. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നോ. എഴുന്നേറ്റ് നിൽക്കുക. നമ്മുടെ അടുത്ത് 2-3 മിനിറ്റും കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി ചില വ്യക്തികളുടെ മേൽ യേശുവിലൂടെ ലഭ്യമാകുന്ന രക്ഷ, യേശുവിലൂടെ ലഭ്യമാകുന്ന വിടുതൽ ഇപ്പോൾ ഇറങ്ങി വരട്ടെ. നിന്റെ വീടിനകത്ത് ദുരന്തം വിതയ്ക്കുവാൻ പൈശാചിക മണ്ഡലങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിലതിന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നീക്കിക്കളയുവാൻ തുടങ്ങിയ. വായ് തുറന്നേ. ഉച്ചത്തിൽ ആ നാമമെന്ന് വിളിച്ച് നിർത്തിമായി നിലവിളിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചോ. യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്നൊന്ന് നിലവിളിച്ച് നിയോഗത്തിൽ അഭിഷേകത്തിൽ എല്ലാവരും ചേർന്ന് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ഇവിടെ ആരാധന ഉയരുമ്പോൾ മൈലുകൾക്കപ്പുറേ നിന്റെ പ്രശ്നങ്ങൾ കിടക്കുന്ന ഇടത്തേക്ക് ഇന്ന് രാത്രി വിടുതലുകൾ ചലിക്കുന്നു. അത് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ആദരം കൂട്ടി മൗനമായി നിൽക്കാതെ അന്യഭാഷകളിൽ കരമടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചോ. നിന്റെ പ്രശ്നത്തിന് മേൽ ദൈവത്തിന്റെ ശക്തിയുടെ പ്രവാഹം ഇന്ന് രാത്രി സംഭവിക്കുന്നു. കരമടിച്ചോ. ശക്തിയോടെ ആരാധിച്ചോ. സഹോദരിമാർ, അഭിഷക്തന്മാർ, നിങ്ങൾ ആരുമാകട്ടെ, കരമൊന്നടിച്ച് ഒരുമിച്ചൊന്ന് ആരാധിച്ചേ. ഇതൊരു കളിക്കളമല്ല, ഇതൊരു യുദ്ധക്കളമാണ്. ഇന്ന് രാത്രി ദൈവസഭ യേശുവിന്റെ നാമത്തെ ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ആ നാമത്തിന്റെ വിടുതലുകൾ ഇന്ന് രാത്രി ഇറങ്ങി വരട്ടെ. ശാപങ്ങൾ, കുടുംബങ്ങളിൽ കിടക്കുന്ന ചില കെട്ടുകൾ, ചില പാരമ്പര്യത്തിന്റെ കഠിനതകൾ ഇന്ന് രാത്രി വ്യക്തികളെ വിട്ട്, കുടുംബങ്ങളെ വിട്ട് പുറത്തു പോകട്ടെ. ചിലത് അഴിഞ്ഞു മാറുന്നു. നിന്നെ അപമാനിക്കാം, നിന്നെ നാറ്റക്കേസാകാൻ, നീ തല കുനിച്ച് നടക്കാൻ, ഒരിക്കലും നിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടാതിരിക്കാൻ, ഒരു നന്മയുടെ വാതിൽ തുറന്നു വരാതിരിക്കാൻ, നീ എന്നും നിരാശപ്പെട്ടവനായി നടക്കുവാൻ, മറ്റുള്ള മുമ്പിൽ എന്നും കൈനീട്ടത്തക്ക വിധത്തിൽ നിന്റെ വീടിനകത്തുനിന്ന് ദാരിദ്ര്യം പടിയിറങ്ങാതിരിക്കാൻ നിനക്കെതിരെ പൈശാചിക മണ്ഡലങ്ങൾ കെട്ടിവെച്ച ചില കെട്ടുകൾ, ചില മന്ത്രതാന്ത്രിക ശക്തികൾ, ചില ആഭിചാരങ്ങൾ ഇന്ന് രാത്രി അത് അഴിയുന്നു. ശക്തിയോടെ ആരാധിക്കുക. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യം ചില വ്യക്തികളെ ആഴമായി വിടുവിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ. പാരമ്പര്യ രോഗങ്ങൾ, റയറസ്റ്റ് ആയിട്ടുള്ള ചില രോഗവ്യാപാരങ്ങൾ ഇന്ന് രാത്രി പൊളിയട്ടെ. ചില ഭയങ്ങളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പൊളിക്കുന്നു. രാത്രിയുടെ ഭയങ്ങൾ, അപകട ഭയങ്ങൾ, രോഗഭയങ്ങൾ, യേശുവിന്റെ നാമത്തിൽ മരണഭയം പോലെയുള്ള ചില ഭയങ്ങൾ ഇന്ന് രാത്രി പൊളിഞ്ഞു മാറട്ടെ. ദൈവശക്തിയുടെ പ്രവാഹം കരമടിച്ച് ആത്മാവിൽ ആരാധിച്ച് യേശു